അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനിതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബേബി ആൻ്റണിയാണ്. ഇടുക്കി ജില്ലയിലെ രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവകൃത്യൻ തൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബേബി ആൻ്റണിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് തുടർന്ന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ അരോമ ടി വിയോട് ചേർന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്നെ സാക്ഷ്യത്തിനായി എന്നെ പരിചയപ്പെടുത്തിയത് കർത്താവിൻ്റെ ദാസൻ പ്രജിത് മാത്യു പാമ്പാടി എന്ന ദൈവദാസനാണ് എന്നെ പരിചയപ്പെടുത്തിയത്. എന്നാൽ അരോമ ടി വിയിൽ ഇങ്ങനെ സാക്ഷ്യത്തിനു വേണ്ടി ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന കർത്താവിൽ ആദരണീയനായ ദൈവദാസൻ ഡാനിയേൽ ജോൺ അവരുടെ കർത്താവിൻ്റെ ദാസന് പ്രത്യേകമായ നന്ദി ഈ പകലിൽ അറിയിക്കുകയാണ്. കർത്താവ് തൻ്റെ ദാസന്റെ പ്രവർത്തനങ്ങളെയും ദാസനെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. എന്നെ ശ്രവിക്കുന്നതായ ഈ അരോമ ടി വിയുടെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുമിച്ച് എൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ഇങ്ങനെ ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ പേര് ബേബി ആൻ്റണി. ഞാനൊരു സഭാ ശുശ്രൂഷകനാണ്. IPC സഭ ശുശ്രൂഷ ബന്ധത്തിൽ ഞാൻ ഇടുക്കി ജില്ലയിൽ നമ്മുടെ ഇടുക്കി ഡാമിനോട് ചേർന്ന് പാറേമാവ് എന്ന് പറയുന്നതായ സ്ഥലത്ത് കർത്താവിൻ്റെ മഹത്വമേറിയ വേലയോടുള്ള ബന്ധത്തിൽ ഞാൻ ആയിരിക്കുന്നു. എൻ്റെ സ്വദേശം ഇടുക്കി ജില്ലയിൽ തന്നെ സൂര്യനെല്ലി മൂന്നാറ് എന്ന പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതായ ഒരു ചെറിയ ഗ്രാമമായിരിക്കുന്ന രാജകുമാരി എന്ന് പറയുന്നതായ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് ഭാര്യയും 2 ആൺമക്കളുമുണ്ട്. ആൺമക്കൾ 2 പേരും വിവാഹിതരാണ്. മൂത്ത മകന് ഒരു മോളും ഇളയ മകന് 2 മക്കളുമുണ്ട്. എൻ്റെ മാതാപിതാക്കന്മാർ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. എനിക്ക് 5 സഹോദരങ്ങളായിരുന്നു. ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. അതിൽ 1.5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത സഹോദരൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനൊരു യാക്കോബായ സമുദായത്തിൽ ജനിച്ച് വളർന്ന് വളരെ നല്ല രീതിയിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളിഭക്തനായി ജീവിച്ചതായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ച പോലും പള്ളിയിൽ പോകാതെ വീട്ടിൽ എൻ്റെ അമ്മ ആഹാരം തരാൻ വിസമ്മതിച്ചിരുന്നു. അപ്പോൾ അത്ര കൃത്യനിഷ്ഠയോടുകൂടി ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്നതായ ആ മതത്തിൽ ആക്റ്റീവായി പങ്കെടുക്കുകയും അതുപോലെ തന്നെ 10ാം ക്ലാസ് വരെ സൺഡേ സ്കൂൾ വളരെ വ്യക്തമായി പഠിക്കുകയും മറ്റുള്ളവരെ അത് പഠിപ്പിക്കുകയും ചെയ്തതായ ഒരു ജീവിത അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇതൊക്കെയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വളർന്നു വരുന്നതനുസരിച്ച് വലിയ വലിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുവാനിടയായി. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പള്ളി ഭക്തനായിരുന്നു. പള്ളിയുടെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ ക്രമമായിട്ടും ഒരു ആഴ്ച പോലും തെറ്റാതെ കടന്നു പോകുകയും അതിൽ പങ്കെടുക്കുകയും പുരോഹിതന്മാർ പറഞ്ഞതനുസരിച്ച് വർഷത്തിലൊരിക്കൽ കുമ്പസാരിക്കുകയും പാപങ്ങൾ ഏറ്റുപറയുകയും കുർബാന കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന, പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ഭക്തനായ
ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ വളർന്നു വരുവാനിടയായത്. പിന്നെ നിങ്ങൾ ചോദിച്ചിരിക്കാം, എന്തുകൊണ്ട് ഇത്രയും ഭക്തനായി ജീവിച്ച ഞാൻ ഈ മാർഗത്തിലേക്ക് കടന്നു വന്നു? ഇത് പ്രേക്ഷകരായിരിക്കുന്ന ആളുകളോട് മാത്രമല്ല, എൻ്റെ സഹപാഠികളും എൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിലെ പല വ്യക്തികളും എന്നോട് പലപ്പോഴും ചോദിച്ചതായ ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ ഉൾപ്പെട്ടു നിൽക്കുന്ന പെന്തക്കോസ്ത് സമുദായത്തിൽ വലിയ ആരാധനാലയങ്ങളില്ല, ആഡംബരങ്ങളില്ല, മരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സിംക്തേരിയില്ല. എല്ലാ സൗകര്യങ്ങളും വിട്ട് ഈ മാർഗത്തിലേക്ക് വരുവാനുള്ളതായ കാരണങ്ങളെക്കുറിച്ച് പലപ്പോഴും അവരെ എന്നോട് ചോദിച്ചിട്ടുണ്ടെന്നാൽ ഈ ചോദിക്കുന്നവരോടൊക്കെ വളരെ വ്യക്തമായിട്ട് മറുപടി കൊടുക്കുവാനും ചില ജീവിത അനുഭവങ്ങൾ എനിക്കുണ്ട്. ആ ജീവിത അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ പിതാവ് ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പിതാവ് ഈ ഹൈറേഞ്ചിന്റെ മണ്ണിൽ കാലുകുത്തിയതാണ്. എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ പിതാവിൻ്റെ മാതാവ് മരിച്ചു പോയതുകൊണ്ട് മാതാവിൻ്റെ ലാളനകളോ സ്നേഹമോ ഒന്നും ലഭിക്കാതെ വന്നു. തന്നിമിത്തം എൻ്റെ ഫാദറിൻ്റെ പിതാവ് രണ്ടാമതായി വിവാഹം കഴിച്ചു രണ്ടാനമ്മയുടെ അനിഷ്ടങ്ങളും അതുപോലെ പീഡനങ്ങളും നിമിത്തം ചില സഹപ്രവർത്തകരോട് ഒരുമിച്ച് കോതമംഗലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹവും ചില സുഹൃത്തുക്കളുമായി ഒരുമിച്ച് രാജകുമാരി എന്ന പ്രദേശത്ത് കടന്നു വന്ന് ഒരു ജന്മിയുടെ കീഴിൽ പണി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ മാതാപിതാക്കന്മാരുടെ അനുസരണത്തിൽ വളരാത്തത് കൊണ്ട് പിതാവ് വലിയൊരു മദ്യപാനിയും ചൂതാട്ടക്കാരനുമായിരുന്നു. എന്നാൽ ഈ ജന്മിയുടെ കീഴിൽ അനേകർ കടന്നു വരികയും ഇവിടെ ജോലി ചെയ്യുക ചെയ്തപ്പോൾ ജന്മിയുടെ ആ മനസ്സാക്ഷി നിമിത്തം ആ പ്രദേശങ്ങളിൽ പിൽക്കാലത്ത് താമസിക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ വെട്ടിയെടുത്തു. ആ സമയങ്ങളിൽ സൂര്യനെ കാണുക എന്ന് പറഞ്ഞാൽ വിരളമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 40-ാം നമ്പർ മഴ തോരാതെ വീഴുകയും മഞ്ഞ് വീഴുകയും ചെയ്യുന്നതായ സാഹചര്യത്തിൽ ഉപദ്രവകാരികളായിരിക്കുന്ന ഒരുപാട് കാട്ടുമൃഗങ്ങൾ സ്വൈര്യമായി വിഹരിച്ചിരിക്കുന്നതായ പ്രദേശമായിരുന്നു. അതുകൊണ്ട് ജന്മിയുടെ കീഴിൽ ഉച്ചവരെ പണിയെടുക്കുകയും ബാക്കിയുള്ള സമയങ്ങൾ ജന്മിയുടെ ആജ്ഞപ്രകാരം സ്ഥലം പലയിടങ്ങളിൽ വെട്ടിത്തെളിക്കുകയും ചെയ്തെടുക്കുവാനിടയായി. അങ്ങനെ ഒരുപാട് ഏക്കറേജ് സ്ഥലം പിതാവ് ഇവിടെ വെട്ടിയെടുക്കുവാനിടയായി. അതിനുശേഷമാണ് പിതാവ് വിവാഹിതനാകുവാനിടയായത്. മദ്യത്തിനും മയക്കുമരുന്നിനും ചൂതാട്ടത്തിനും ഒക്കെ അടിമയായി തീർന്ന എൻ്റെ പിതാവ് എൻ്റെ അമ്മയെ സ്നേഹിക്കുവാനോ കരുതുവാനോ കഴിയാതെ വെട്ടിയെടുത്ത സ്ഥലങ്ങളിൽ പലതും നഷ്ടപ്പെടുത്തുവാനിടയായി. തന്നിമിത്തം എന്ത് ചെയ്തു? ഞങ്ങൾ 5 മക്കൾ എൻ്റെ പിതാവിനുണ്ട്. അതില് മൂന്നാമത്തെ മകനാണ് എൻ്റെ ഇളയത് ഒരാണും പെണ്ണും, എൻ്റെ മൂത്തത് ഒരു ആണും പെണ്ണും. അങ്ങനെ ഞങ്ങൾ 5 സഹോദരങ്ങൾ ഉൾപ്പെട്ട വലിയൊരു കുടുംബമായിരുന്നു. എന്നാൽ ഇത്രയും സ്ഥലങ്ങളൊക്കെ എൻക്രോച്ച് ചെയ്ത് എടുത്തെങ്കിലും ഉപജീവനത്തിൻ്റെ എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോയി മക്കളെ പോറ്റി പുലർത്തേണ്ട ഒരു ഗതികേടിലേക്ക് വന്നു. കാരണം പലപ്പോഴും പിതാവ് വീട്ടിൽ കിടന്നുറങ്ങാറില്ല. കാരണം വളരെ വൈകി മദ്യപിച്ച് വീട്ടിലെത്തിയാൽ ഞങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങുവാനോ സ്വസ്ഥമായി പഠിക്കുവാനോ കഴിയാത്ത ഒരു ദുർബല നിമിഷങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിനിമിത്തം അസ്വസ്ഥനായി തീരുവാനിടയായി. മക്കൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളോ അതുപോലെ മക്കൾക്ക് ആവശ്യമായ നല്ല ഡ്രസ്സുകളോ നല്ല ഭക്ഷണമോ ലഭിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല കഠിനാധ്വാനം ചെയ്ത് ഞങ്ങളൊക്കെ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കുന്ന കൃഷിയുടെ നന്മകൾ അത് വിളവെടുപ്പിന്റെ കാലമാകുമ്പോൾ പിതാവ് അഡ്വാൻസായി പല ഇടങ്ങളിൽ നിന്ന് പണം വാങ്ങിച്ച് ഞങ്ങൾ ആ വിളവെടുക്കുന്ന സമയത്ത് ആ നന്മകളെല്ലാം അപഹരിച്ചു കൊണ്ടുപോവുകയും വീണ്ടും ഞങ്ങൾ മുഴുപട്ടിണിയിലേക്ക് കടന്നു പോകുകയും ചെയ്യുവാനിടയായി. എന്നാൽ പിന്നീടുള്ളതായ ജീവിതം എന്ന് പറയുന്നത് പിതാവിൻ്റെ ഈ ദുശീല നിമിത്തം പലപ്പോഴും ഭവനത്തിൽ കിടന്നുറങ്ങുവാൻ കഴിയാത്തതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം പാതി വഴിയിൽ എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. കാരണം
അല്ലെങ്കിൽ സഹപാഠികളോട് ഒരുമിച്ച് അല്ലെങ്കിൽ സ്കൂളിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്നതായ കുഞ്ഞുങ്ങൾ, കൂട്ടുകാർ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട്, കാലിൽ നല്ല ചെരുപ്പണിഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഒരുമിച്ചിരിക്കുമ്പോൾ ഞാൻ അവരെ വീക്ഷിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ഷർട്ടും അതുപോലെ മറ്റു വസ്ത്രങ്ങളൊക്കെ പലയിടങ്ങളിൽ തുന്നിക്കൂട്ടി പലപ്പോഴും കൂട്ടുകാരെ ഫേസ് ചെയ്യുവാൻ കഴിയാതെ സ്കൂളിലേക്കെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് വൈകുന്നേരമാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതായ ഒരുപാട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച വേദനകൾ അത് വർണ്ണിപ്പാനായിട്ട് കഴിയുകയില്ല. അത്രത്തോളം വേദനാജനകമായ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ആരോടും പറയുവാൻ കഴിയാത്ത നിലകളിൽ പലപ്പോഴും ഹൃദയത്തിൽ വലിയ വേവലാതികളും പ്രയാസങ്ങളും വേദനകളും ഒരുപാട് ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ ആഴ്ചകളിലും മുടക്കം കൂടാതെ ദേവാലയത്തിൽ കടന്നുപോയി പ്രാർത്ഥിക്കുകയും അമ്മ തരുന്ന 5 പൈസ ദേവാലയത്തിൽ കൊണ്ട് നേർച്ചയിടുക ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനമോ സന്തോഷമോ ലഭിക്കുവാൻ കഴിയാതെ വന്നു എന്നുള്ളത് നഗ്നമായിരിക്കുന്ന ഒരു സത്യമാണ്. വളർന്ന് വന്നതോടുകൂടി പിതാവിൻ്റെ മദ്യപാനാസക്തിയിൽ നിന്നോ ചൂതാട്ടത്തിൽ നിന്നോ ഞങ്ങൾക്ക് ഒരു വിടുതൽ ലഭിച്ച് ഞങ്ങൾ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങുവാൻ ഒരുപാട് ശ്രമിക്കുവാനിടയായി. പക്ഷേ അവിടെ ഒന്നും ഞങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളികളിലും അമ്പലങ്ങളിലുമൊക്കെ കയറിയിറങ്ങി പള്ളിയുടെ മുറ്റത്തോടെ ഉരുളുകയും മല കയറുകയും നേർച്ച കാഴ്ചകൾ നടത്തുകയും എൻ്റെ ഒരേ ആഗ്രഹം എൻ്റെ അമ്മ സമാധാനമായിട്ട് വീട്ടിൽ നിന്ന് കിടന്നുറങ്ങണം, എൻ്റെ വിദ്യാഭ്യാസം ഒന്ന് ഉയരണം, മാത്രമല്ല സഹോദരങ്ങളുടെ വിദ്യാഭ്യാസം ഒന്ന് നന്നായി വരണം, മറിച്ച് അതുമാത്രമല്ല സമാധാനമായി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഒരന്തിയെങ്കിൽ ഉറങ്ങണം. എന്നാൽ ഇതിനൊന്നും കഴിയാതെ വന്നപ്പോൾ എൻ്റെ ചെറുപ്രായം മുതൽ എൻ്റെ ഉള്ളിൽ നല്ലൊരു ഈശ്വര വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ കയറി ഇറങ്ങിയ ദേവാലയങ്ങളിലൊന്നും എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയാതിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എന്തു ചെയ്തു എന്നറിയാമോ? ഈശ്വര നിഷേധം കടന്നു വരുവാനിടയായി. ഈശ്വരൻ ഉണ്ടെന്ന്, ദൈവം ഉണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചതായ എൻ്റെ സൺഡേ സ്കൂളിലെ കുട്ടികളോട്, എന്നെ പഠിപ്പിച്ച അധ്യാപകരോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു: ഈശ്വരൻ എന്ന് പറയുന്നത് മിഥ്യയാണ്, അത് മായയാണ്. ഈശ്വരൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പിതാവിൻ്റെ മദ്യപാനത്തിൽ നിന്ന് ഒരു വിടുതൽ കൊടുത്ത് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുക മാത്രമല്ല, ചെറിയ വീട്ടിലാണെങ്കിലും സുഖമായിട്ടുറങ്ങുകയും അല്ലെങ്കിൽ മദ്യപിച്ച് കളയുന്ന ആ പൈസ സ്വരൂപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും മാംസാദികൾ കഴിച്ച് സുഖമായിട്ടുറങ്ങാമെന്നുള്ളതായ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളോ എൻ്റെ പ്രാർത്ഥനകളോ കൈക്കൊള്ളാതെ ചെവിക്കൊള്ളാതിരിക്കുന്ന ഈ ദൈവത്തെ ഇനി സേവിച്ചിട്ട് അല്ലെങ്കിൽ ആരാധിച്ചിട്ട് പള്ളികളിൽ കടന്നുപോയിട്ട് കാര്യമില്ല എന്നുള്ളതായ ഒരു മൂഢമായ അല്ലെങ്കിൽ ഒരു വിശ്വാസം, ഒരു അന്ധമായ വിശ്വാസം എൻ്റെ ഉള്ളിൽ കടന്നു വരികയും ഈശ്വര നിഷേധിയായി മാറുകയും ചെയ്തതായ സാഹചര്യം കടന്നു വന്നപ്പോൾ സ്വന്തമായി ചാരായം വാറ്റുകയും കുടിക്കുകയും ചെയ്തു. മാത്രമല്ല കഞ്ചാവ് കൃഷി ചെയ്ത് അതിലെ ഉൽപാദനങ്ങൾ വിൽക്കുകയും അത് കയ്യിലിട്ട് തിരുമി അത് ഞാൻ ഉപയോഗിക്കുകയും ചെയ്തതായ കഴിഞ്ഞ കാലത്തിലെ വലിയ പാപത്തിൻ്റെ ഒരു വലിയ പട്ടിക തന്നെ എൻ്റെ ജീവിതത്തിൽ എടുത്തു പറയുവാൻ കഴിയും. അങ്ങനെ മുന്നോട്ട് പോയതായ ജീവിതത്തിൽ എൻ്റെ പിതാവിനെ നിയന്ത്രിക്കുവാൻ മാതാപിതാക്കന്മാർ ശ്രമിച്ചില്ല എന്നതുപോലെ തന്നെ ഞാനും എൻ്റെ അപ്പൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനിടയായി. മദ്യപാനത്തിനും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് പഠനത്തോടുള്ളതായ ആഗ്രഹം നശിച്ച് എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്നുള്ളതായ ചിന്ത ജീവിതത്തെ ഭരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ വാത്സല്യ പിതാവ് മക്കൾ പഠിച്ചാൽ എന്താ, പഠിച്ചില്ലെങ്കിൽ എന്താ, മക്കൾ ഉള്ളവളോ ഉള്ളവനോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇല്ലാത്തവനായിക്കോട്ടെ, എനിക്കത് പ്രശ്നമല്ല എന്നുള്ളതായ രീതിയിൽ എൻ്റെ പിതാവ് വലിയ ഒരു സ്വാർത്ഥനായി മാറി. എവിടെ നിന്നെങ്കിലും തനിക്ക് ലഭിക്കുന്ന നന്മ, അതുപോലെ നമ്മുടെ സ്ഥലത്തെ ആദായങ്ങൾ വിറ്റുണ്ടാക്കുന്ന ആ നന്മ, അത്
ആ വീട്ടിലുള്ള ഭാര്യയ്ക്കോ മക്കൾക്കോ കൊടുക്കാതെ അത് സ്വാർത്ഥതയോടെ തനിക്കും തൻ്റെ ശരീരത്തിനും ഉള്ളതായ നിലനിൽപ്പിന് വേണ്ടി താനത് എന്ത് ചെയ്തു? തനിയെ ചിലവഴിച്ച് ആമേൻ പലപ്പോഴും ഞങ്ങളുടെ ഭവനം മുഴുപട്ടിണിയിലേക്ക് തള്ളപ്പെടുവാനിടയായി. എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെയാണെങ്കിലും എനിക്ക് വളരെ വേദനാജനകമായ സാഹചര്യങ്ങളാണ് പലപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാകുവാനിടയായത്. എന്നത് പറഞ്ഞാൽ ഞാൻ എപ്പോഴും തള്ളപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറുവാനിടയായി. എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട രീതിയിൽ എന്നെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ അപ്പനാകട്ടെ, അമ്മയാകട്ടെ, എൻ്റെ സഹോദരങ്ങളാകട്ടെ, അവരൊന്നും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല. ഞാനൊരു അവഗണിക്കപ്പെട്ട വ്യക്തിയായി മാറി എന്ന് എനിക്ക് തോന്നുവാനിടയായി. അത് എന്നോടുള്ള അവരുടെ മനോഭാവം, മാതാവിന് എന്നോടുള്ളതായ മനോഭാവം, ആഹാരം തരുമ്പോഴാണെങ്കിലും അതിനകത്തും ഒരു പാർഷ്യാലിറ്റി കാണിക്കും. സഹോദരങ്ങൾക്കൊക്കെ പാത്രം നിറച്ചു കൊടുക്കുമ്പോൾ എനിക്ക് മാത്രം പാതി പാത്രത്തിൽ വിളമ്പിത്തരുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, നിങ്ങൾ എന്നെ പ്രസവിച്ച അമ്മയാണോ? കാരണം മറ്റുള്ളവർക്ക് വയറ് നിറയെ വിളമ്പി കൊടുക്കുമ്പോൾ എനിക്ക് മാത്രം എന്തേ പാതി വയറായി എന്നെ നിരാശപ്പെടുത്തുന്നതെന്ന് പലപ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും എനിക്ക് വ്യക്തമായിരിക്കുന്ന ഒരു മറുപടി ലഭിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ എപ്പോഴും അവഗണിക്കപ്പെട്ടവനായി. അതുകൊണ്ട് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിക്കും കഴിയും മുമ്പേ ആമേൻ ഞാൻ വളരെ മോശമായ വഴിയിലൂടെ സഞ്ചരിക്കുകയും എന്നെ നിലയ്ക്ക് നിർത്തുവാനോ ഉപദേശിക്കുവാനോ ആരെയും ഞാൻ അനുവദിച്ചില്ല. അതിനൊരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ചില പ്രവർത്തികൾ അതെൻ്റെ മാതാപിതാക്കൾക്ക് ദോഷമായി എന്ന് അവർ ചിന്തിച്ചിട്ട് എനിക്കെൻ്റെ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കുവാനുള്ളതായ ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും വിട്ടേച്ച് എനിക്ക് നാടുവിടേണ്ടതായി വന്നു. 21-ാമത്തെ വയസ്സിൽ ഞാൻ സ്വദേശം വിട്ടു മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ചേക്കേറി. അവിടെ ആകുമ്പോൾ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്നെ അറിയുന്നവൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെതായ വഴിയിലൂടെ സഞ്ചരിച്ചു, എൻ്റെതായിരിക്കുന്ന രീതിയിലൂടെ ഞാൻ സഞ്ചരിച്ചു. ലഭിക്കുന്ന പണമെല്ലാം ദുർവിനിയോഗം ചെയ്തു. മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അതുപോലെയുള്ളതായ ഒരുപാട് കാര്യാദികൾക്ക് വേണ്ടി ഞാൻ ചിലവഴിക്കുവാനിടയായി. ചില വർഷങ്ങൾ, ഏകദേശം 3 വർഷത്തോളം ഞാൻ മറ്റൊരു സംസ്ഥാനത്ത് ഇതുപോലെയുള്ള ജോലികൾ ചെയ്ത് അവസാനം സ്വദേശത്തേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഞാൻ നിർബന്ധിതനായി. ഇന്നും എനിക്കതിൻ്റെ ഉത്തരം ലഭിക്കുന്നില്ല. ആരാണ് എന്നെ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? ആരാണ് എൻ്റെ മാതാപിതാക്കന്മാരുടെ അടുക്കിലേക്ക് എന്നെ കൊണ്ടുവന്നത്? ആരാണ് എന്നെ പുറകോട്ട് വലിച്ചത്? എന്നെ ആരോ നിർബന്ധിച്ചു എൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങി വന്നെങ്കിലും എന്നെ സ്നേഹത്തോടെ അവർ ആലിംഗനം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. നമുക്കറിയാം, ലൂക്കോസിന്റെ വിശേഷം പഠിക്കുമ്പോൾ 15-ാം അധ്യായത്തിൽ ഒരു പിതാവിന് 2 ആൺമക്കളുണ്ട്. ഇളയവൻ തനിക്കുള്ളതൊക്കെയും ഓഹരിയെല്ലാം വാങ്ങിച്ച് അവൻ ദൂരദേശത്തേക്ക് പോയി. ചില നാളുകൾ കൊണ്ട് അത് ദുർവിനിയോഗം ചെയ്ത് പന്നിക്ക് കൊടുക്കുന്ന വാഴവരെയെങ്കിലും കഴിച്ച് ഉപജീവനം കഴിക്കാമെന്ന് അവൻ വിചാരിച്ചെങ്കിലും അതിനുപോലും അവസരമില്ലാതെ അവൻ്റെ വീടിനെ കുറിച്ച് അവൻ ചിന്തിക്കുകയും വേലക്കാരൊക്കെ സുഖമായി ജീവിക്കുന്നു, അതുകൊണ്ട് ഒരു മാനസാന്തരം ആവശ്യമാണെന്ന് അവൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ട് അവൻ വീട്ടിലേക്ക് വരുമ്പോൾ പിതാവ് ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചവൻ്റെ നല്ല വസ്ത്രം ധരിപ്പിച്ച് കയ്യിൽ മോതിരം അണിയിച്ച് കാലിൽ പുതിയ ചെരുപ്പിട്ട് അവനെ ആലിംഗനം ചെയ്ത് വീടടക്കം സന്തോഷിക്കുന്ന ചിത്രം സൺഡേ സ്കൂളിൽ പഠിച്ച കാലഘട്ടത്തിൽ ആമേൻ അന്ന് എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഞാനും സ്വീകരിക്കപ്പെടുമെന്നുള്ളതായ ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ വീട്ടിലേക്ക് വന്നതെങ്കിലും ഞാൻ ഓടി വന്നപ്പോൾ എന്നെ സ്വീകരിക്കുവാൻ, ആലിംഗനം ചെയ്യുവാൻ, സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാൻ പോലും ആരും
കൂട്ടാക്കിയില്ല എന്നുള്ളത് അവൻ വേദനാജനകമായ ഒരു സംഭവമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ അതെല്ലാം സഹിച്ചു. ഞാൻ സ്വന്തം നാട്ടിൽ വന്ന് കൂലിവേല ചെയ്തു. കൂലിവേല ചെയ്ത് കാലങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്തതായ ഒരു വിവാഹം നടക്കേണ്ടതായി വന്നു. അങ്ങനെ അവർക്കാർക്കും അംഗീകരിക്കാൻ പറ്റാത്ത, ആർക്കും സ്നേഹിക്കാൻ പറ്റാത്തതായ ഒരു വിവാഹം ഞാൻ കഴിക്കുവാനിടയായി. ആ വിവാഹത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. എൻ്റെ അപ്പൻ്റെ പാതയെ പിന്തുടർന്ന എനിക്ക് എൻ്റെ ഭാര്യയെ ഹൃദയതുല്യമായി സ്നേഹിപ്പാൻ കഴിഞ്ഞില്ല. എൻ്റെ അപ്പനും അങ്ങനെ തന്നെയാണ്. എൻ്റെ അമ്മയെ സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, സ്നേഹം പ്രകടിപ്പിക്കുവാൻ അറിയത്തില്ല. ഉള്ളിൽ ഒരുപക്ഷെ സ്നേഹമുണ്ടായിരിക്കാം, പക്ഷേ ആ സ്നേഹം പ്രകടിപ്പിക്കുവാൻ അറിഞ്ഞുകൂടാ. കർത്താവ് ആ സ്നേഹം പ്രകടിപ്പിച്ചത് കാൽവറി ക്രൂശിൽ വെച്ചാണ്. എന്നാൽ എനിക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഉള്ളിൽ ആ സ്നേഹം ഉണ്ടെങ്കിലും എൻ്റെ ഭാര്യയോട് വളരെ മോശമായ രീതിയിൽ ഞാൻ പെരുമാറുകയും ആ സുബോധം നഷ്ടപ്പെട്ടവനായി ഒരുപാട് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തതായ എൻ്റെ ഭാര്യ, ഇപ്പോഴും ഞാൻ ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സഹിപ്പാൻ കഴിയാത്ത രീതിയിൽ ഞാൻ എൻ്റെ ഭാര്യയോട് ചെയ്ത അതിക്രമം ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഞാൻ വിവാഹിതനായി അവർക്ക് ഞങ്ങളെ ഇഷ്ടമല്ലെങ്കിലും ഒരുപക്ഷെ ഒരിക്കൽ അംഗീകരിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും അവരെല്ലാവരും ഞങ്ങളെ അവഗണിച്ചു. കണ്ണു നിറയുകയാണ്. ഒരിക്കൽ എൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യ പ്രഗ്നന്റായി പ്രസവിച്ച് അമ്മ പാത്രം നിറച്ച് പൊത്തിവാരി ചോറ് കൊടുക്കുമ്പോൾ എൻ്റെ ഭാര്യയും പ്രസവിച്ച് കിടക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തത് കലത്തിലെ വെള്ളവും 2 വറ്റ ചോറും കൊടുത്ത് അവളത് കരഞ്ഞുകൊണ്ട് വാരി കഴിക്കുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും. എന്നാൽ എനിക്കതിനെ പ്രതികരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ചിലവിന് കൊണ്ടുവരുന്നില്ല, പിതാവിൻ്റെ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിച്ചു പോകുവാനിടയായി. ഞാൻ പറയട്ടെ, അവിടെയും ഞാൻ അവഗണിക്കപ്പെടുവാനിടയായി. നമുക്കറിയാം, ദൈവവചനം പഠിക്കുമ്പോൾ ജോസേഫ് അവഗണിക്കപ്പെട്ട വ്യക്തിയാണ്. സഹോദരങ്ങളുണ്ടായിരുന്നു, അപ്പനും അമ്മയൊക്കെ അവനുണ്ടായിരുന്നു. പക്ഷേ സഹോദരങ്ങൾ അവനെ അവഗണിച്ചു. അവനെ തകർത്തു കളയണമെന്നാണ് സഹോദരന്മാർ ചിന്തിച്ചത്. സഹോദരന്മാരോട് വളരെ സ്നേഹമുണ്ട് ജോസഫിന്. പക്ഷേ ജോസഫ് ആ സഹോദരന്മാരെ ക്ഷേമം അന്വേഷിക്കുവാൻ കടന്നു പോയപ്പോൾ എന്തു ചെയ്തു? അവനെ പിടിച്ച് അതേ കൊന്നുകളയാമെന്ന് വിചാരിച്ചെങ്കിലും ചില മനസാക്ഷിയുള്ളവർ അതിനകത്തുണ്ടായിരുന്നു. അവൻ പൊട്ടക്കിണറ്റിൽ നിന്ന് അവനെ കരകയറ്റി. ഇസ്മായിലിന്റെ കച്ചവടം നമുക്കറിയാം, ചരിത്രങ്ങളെല്ലാം. അവസാനം ചെന്നെത്തിയത് ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷകൾ അനുഭവിച്ച് ഫറവോന്റെ കൽത്തുറിങ്കിൽ അടയ്ക്കപ്പെട്ട് അവനെ ഓർക്കാമെന്ന് പറഞ്ഞ പലരും മറ്റുള്ളവർക്ക് നന്മയുണ്ടായപ്പോ ജോസേഫിന് മറന്നുപോയി. എന്നാ ആ ചരിത്രം ഞാൻ ആ ഭാഗമൊക്കെ പലപ്പോഴും വായിച്ച് ഞാൻ കരയാറുണ്ട്. നോക്കുക, ചെയ്യാത്ത തെറ്റുകൾക്ക് ബന്ധിക്കപ്പെട്ടവനായി ജോസേഫ് കാരാഗൃഹത്തിൽ കിടക്കുന്നത് പോലെ ഞാൻ ചെയ്യാത്ത തെറ്റുകൾ എൻ്റെ മേൽ ആരോപിച്ചിട്ടാണ് എനിക്ക് നാട് വിടേണ്ടതായി വന്നത്. ആ കുറ്റമെല്ലാം ഞാൻ സ്വയം ഏറ്റെടുത്തു. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ എന്നോടുള്ള എതിർപ്പും എന്നോടുള്ള അനിഷ്ടവും ആ കുറ്റം മുഴുവനും ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ സ്വന്തം ദേശത്ത് നിൽക്കാൻ കഴിയാതെ ഞാൻ അവിടെ നിന്നാൽ ഒരുപക്ഷെ എന്നെ കൊന്നുകളയുമെന്നുള്ളതായ ഭയം എന്നെ ഭരിച്ചത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ദേശം വിട്ട് ഓടിപ്പോകേണ്ടതായ ഒരു ദുർവിധി ഉണ്ടായി എന്ന് ഞാൻ മുന്നമേ പറയുവാനിടയായി. എന്നാൽ മനസ്സിലാക്കുക, സമയമായപ്പോൾ ഫറവോൻ ആളയച്ച് കാരാഗ്രഹത്തിൽ കിടന്നതായിരിക്കുന്ന ജോസേഫിന്റെ ബന്ധനങ്ങൾ അഴിച്ച് ആ കാരാഗ്രഹ വസ്ത്രം മാറ്റി രാജകീയ വസ്ത്രം അവനെ ധരിപ്പിച്ച് അവനെ പുറത്തു കൊണ്ടുവന്ന ദൈവം കലാന്തരത്തിൽ എന്റെയും അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ മുഖാന്തരമായി തീർന്നു. നമുക്കറിയാം, തിരുവചനം പഠിക്കുമ്പോൾ ദാവീദും അതുപോലെ വെറുക്കപ്പെട്ടവനാണ്, തിരസ്കരിക്കപ്പെട്ടവനാണ്. മറ്റുള്ളവരൊക്കെ, സഹോദരങ്ങളൊക്കെ ശൗലിന്റെ
പടയാളിയുടെ കൂട്ടത്തിൽ സേനാനായകന്മാരായി നിൽക്കുമ്പോൾ ഇവൻ ഒന്നിനും കൊള്ളരുതാത്തവനെന്ന് പറഞ്ഞ് ആടുകളെ മേയ്ക്കുവാൻ വിട്ടു. എൻ്റെ വീട്ടില് ഞാനാണ് പൊക്കം കുറഞ്ഞൊരു മനുഷ്യൻ. പൊക്കം കുറഞ്ഞത്, ആരോഗ്യമില്ലാത്ത, പൊക്കം കുറഞ്ഞ് സൗന്ദര്യമില്ലാത്ത, മറ്റുള്ളവർക്ക് അരാജകത്തോതുന്ന ശാരീരിക പ്രാകൃതമായിരുന്നു അന്ന്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം എന്നെ തള്ളിക്കളഞ്ഞത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദാവീദിനെ അതുപോലെ തള്ളിക്കളയുവാനിടയായി. ഇങ്ങനെ കാലങ്ങൾ മുന്നോട്ട് നീങ്ങുവാനിടയായി തീർന്നു. ആ സമയങ്ങളിൽ ഞങ്ങളുടെ ഈ രാജകുമാരി പഞ്ചായത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ പിതാവ് ജോലി ചെയ്യുന്ന ആ ജന്മി അവര് ബ്രദറൻ സഭക്കാരാണ്. അവർക്ക് സുവിശേഷ വെളിച്ചമൊന്നുമില്ല. അവര് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയും, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ പോലും സുവിശേഷം ഞങ്ങളോട് അവർ പങ്കുവെച്ചിട്ടില്ല. അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. എൻ്റെ അപ്പനോട് പറഞ്ഞിട്ടില്ല. എൻ്റെ അപ്പൻ്റെ പേര് ആന്റണി. ആന്റണി, നീ മദ്യപാനം ഉപേക്ഷിക്ക്, മക്കളെ നോക്ക് എന്നൊരിക്കൽ പോലും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന അവരോട് സമന്മാരായ ആളുകൾ മാത്രമാണ് അവരുടെ ആരാധനാലയത്തിൽ വരുന്നത്. എൻ്റെ അനുഭവമാണ്. അങ്ങനെ ഒരിക്കൽ അവരുടെ ഒരു സഭയുടെ അതിരിലൂടെ ഞാൻ ഇനി കടന്നു വരുമ്പോൾ അവിടെ അന്ന് സന്ധ്യയ്ക്ക് ഒരു കൺവെൻഷൻ നടക്കുക. അപ്പൊ ആ കൺവെൻഷൻസ് നടക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങി ദൈവവചനം ഞാൻ ശ്രവിക്കുവാനിടയായി. അന്ന് യേശു കർത്താവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ താല്പര്യങ്ങൾ കൈപൊക്കുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കൈപൊക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ കൈപൊക്കുവാനിടയായി. ഞാന് വീട്ടിൽ വന്ന് എൻ്റെ അപ്പനോട് പറഞ്ഞു, ചാച്ചാ, ഞാന് ഇങ്ങനെ ബ്രദറൻ സഭയില് ഞാൻ ഇന്ന് രാത്രിയിൽ മീറ്റിംഗ് കൂടാൻ പോയി. അവര് പറഞ്ഞു യേശുവിനെ സ്വീകരിക്കണം, താല്പര്യമുള്ളവര് കൈപൊക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കൈപൊക്കി എന്ന് പറഞ്ഞ അപ്പം പറയുകയാണ്, നീ ആ ഒരു മാർഗം സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ ആ മാർഗത്തിലേക്ക് പോകാൻ സമയമാകുമ്പോൾ ഞാൻ നിന്നോട് പറയാമെന്ന് പറഞ്ഞു. എന്നാൽ പോകാനുള്ള അനുമതി തന്നില്ല. അപ്പോ ഞാനിങ്ങനെ ബ്രദറൻ ചർച്ചിൽ പോയെന്നും രക്ഷിക്കപ്പെട്ട താല്പര്യമുള്ള കൈപൊക്കാൻ പറഞ്ഞത് കാര്യങ്ങളൊക്കെ പള്ളിയിൽ അറിഞ്ഞു. അപ്പോൾ പരസ്യമായി പള്ളിയിൽ വിളിച്ചു പറയുകയാണ്, ഒരു കാരണവശാലും ബലിപീഠമില്ലാത്ത, കുരിശിലും കൊടയുമില്ലാത്ത അല്ലെങ്കിൽ ആരാധനാലയം എന്ന് പറയുന്ന ആ കെട്ടിടങ്ങളിൽ നിങ്ങൾ പോയി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് എന്ന് അച്ഛൻ പരസ്യമായി പ്രസംഗിച്ചു. അത് എൻ്റെ ജീവിതത്തെ വല്ലാതെ ഉലയ്ക്കുവാനിടയായി. പിൽക്കാലത്തും ഞാൻ എൻ്റെ ഉള്ളിൽ ആ വിത്ത് ഉണ്ടെങ്കിലും അത് വളരുവാനോ അതിൽ നിന്ന് ഫലം ഉണ്ടാകുവാനോ ഞാൻ കാത്തിരുന്നില്ല. വീണ്ടും അധർമ്മമായ മാർഗത്തിലൂടെ ഞാൻ സഞ്ചരിക്കുവാനിടയായി. അങ്ങനെ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കോതമംഗലത്തു നിന്നും ഒരു ദൈവദാസന്റെ പിതാവും ഈ പ്രദേശത്ത് വരുവാനിടയായി. അവർക്ക് ഇവിടെ ചില റിലേറ്റീവ് ഉള്ളത് കൊണ്ട് ചില നാളുകൾ അവരിവിടെ പാർത്തു കഴിഞ്ഞപ്പോൾ അവര് ഞങ്ങളുടെ വീടുകളൊക്കെ കയറിയിറുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവര് വരുന്നു എന്ന് കാണുമ്പോൾ ഞാൻ അടുക്കള വശത്തുകൂടി പുറത്തേക്ക് ഓടും. കാരണം അവരെ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ അവര് പറയുന്ന സുവിശേഷം അംഗീകരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം സാധ്യമായിരുന്നില്ല. കാരണം 24 മണിക്കൂറിൽ ഭൂരിഭാഗം സമയവും മദ്യപിച്ച് ലഹരിക്കടിമയായി സുബോധം നഷ്ടപ്പെട്ടവനായി മുതിർന്നവരെന്നോ കൊച്ചുങ്ങളെന്നോ അമ്മമാരെന്നോ പിതാക്കന്മാരെന്നോ ഗണ്യമാക്കാതെ പ്രായഭേദമന്യേ എല്ലാവരോടും വായിൽ തോന്നുന്ന അസഭ്യം പറയുന്ന ഒരു സ്വഭാവത്തിന് അടിമയായിത്തീരുന്നു. അതുമാത്രമല്ല, എൻ്റെ ഭാര്യയും എൻ്റെ മൂത്ത കുഞ്ഞിനെ നോക്കുവാൻ പോലും എനിക്ക് സന്മനസ്സുണ്ടായിരുന്നില്ല. എന്നാൽ ദീർഘകാലങ്ങൾ കഴിഞ്ഞു വന്നതായ ഈ ദൈവദാസന്മാർ നിരന്തരം വീട്ടിലെ നിത്യ സന്ദർശകരായി മാറിയപ്പോൾ അദ്ദേഹം ഒരുപാട് സന്ദേശങ്ങൾ യേശുക്രിസ്തു സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് വീഡിയോ ഒക്കെ വലിക്കും. അദ്ദേഹം ഒരിക്കലും എന്നോട് സഹോദര പുകവലിക്കരുത്, സഹോദര മദ്യപിക്കരുത് ഒരു പ്രാവശ്യം പോലും എന്നെ ഉപദേശിച്ചിട്ടില്ല.
അതെനിക്ക് ഇന്നും അത്ഭുതമായി തോന്നുകയാണ്. ഒരു സുവിശേഷൻ വരുമ്പോൾ സത്യത്തില് സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് നീ മദ്യപിക്കരുത്, നീ പുകവലിക്കരുത് എന്നൊക്കെ അവർ പറയും. പക്ഷെ ഈ ദൈവദാസൻ എന്നോട് ഒരു പ്രാവശ്യം പോലും മദ്യപാനം നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ 8 കിലോമീറ്റർ ദൂരത്തിലാണ് ഒരു ആരാധനാലയമുള്ളത്. രാവിലെ വന്ന് ഞങ്ങളെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് ഞങ്ങൾ രാവിലെ നടന്ന്, വാഹന സൗകര്യം കുറവാ, നടന്ന് ആരാധനാലയത്തിന്റെ മുറ്റത്തെല്ലുമ്പോൾ ഞാൻ പാസ്റ്ററോട് പറയും, പാസ്റ്ററെ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ആ ഏലക്കാടിന്റെ മറവിൽ പോയി പുക വലിച്ചിട്ടാണ് കയറി വരും. അപ്പോഴും അദ്ദേഹം അതിനെ വിലക്കിയിട്ടില്ല. എന്നാൽ കാലങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാപാപമാണ് എന്ന് സ്വയമായി എനിക്ക് ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ മദ്യപാന ആസക്തിയിൽ നിന്നും ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും ഞാൻ ഓട്ടോമാറ്റിക്കലായിട്ട് അതിൽ നിന്ന് വിട പറയുവാൻ ഇടയായി. കാരണം ദൈവസ്നേഹം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എനിക്ക് സമൂലമായ ഒരു പരിവർത്തനമുണ്ടായി. അങ്ങനെ ഇരിക്കെ വീട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് ഈ ദൈവദാസനൊക്കെ ചേർന്ന് എൻ്റെ അപ്പനോട് പറഞ്ഞു, ബേബിക്ക് താമസിക്കാൻ വീട് വേണം, അവന് വരേണ്ട ഓഹരി കൊടുക്കുക. അങ്ങനെ അവരുടെ എല്ലാം നിർബന്ധത്താൽ എനിക്ക് 1 ഏക്കർ സ്ഥലം തിരിച്ചു തന്നു. എൻ്റെ ജ്യേഷ്ഠൻ അതിനകത്തൊരു വീട് കെട്ടി താമസിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് പൈസ വീട്ടുകാർക്ക് തരാനുള്ളത് കൊണ്ട് ആ വീടും സ്ഥലവും എൻ്റെ പേരിലേക്ക് എഴുതി വയ്ക്കുവാനിടയായി. അങ്ങനെ ഞാനും ഭാര്യയും കുഞ്ഞുമായിട്ട് ആ വീട്ടിലേക്ക് താമസം ആരംഭിക്കുവാനിടയായി. ഞാൻ എപ്പോഴും ആരാധനയ്ക്കായിട്ട് ഞങ്ങൾ ഭാഗികമായിട്ട് സംബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഭാഗികമായി സംബന്ധിപ്പാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മദ്യപാന ആസക്തിയിൽ നിന്നൊക്കെ ഞാൻ വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ചില വിടുതലുകൾ എൻ്റെ ജീവിതത്തിൽ ദൈവം അയച്ചതിൻ്റെ ഫലമാണ്. എനിക്ക് പാർക്കുവാൻ, സ്വതന്ത്രമായി കിടക്കുവാൻ, ഞാൻ അധ്വാനിക്കുന്ന നന്മകൾ കൊണ്ട് കുടുംബത്തെ പുലർത്തുവാനുള്ളതായ ഒരു സന്ദർഭമൊരുക്കിയത് അത് ദൈവം എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, ആമേൻ. നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, അങ്ങനെ ആ വീട്ടിൽ പാർക്കുമ്പോൾ എൻ്റെ 2ാമത്തെ കുഞ്ഞ് ജനിക്കുവാനിടയായി. എനിക്ക് 2 ആൺമക്കളാണല്ലോ ഉള്ളത്. 2ാമത്തെ മകനും ജനിച്ചു. അങ്ങനെ 2 മക്കളും ഭാര്യയും ഞാനും ഉൾപ്പെടുന്നതായ ഒരു ചെറിയ കുടുംബം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ലഭിക്കുന്ന നന്മകൾ ഞങ്ങളുടെ ഉപജീവനത്തിന് മാറ്റിവെച്ച് അതിൽ നിന്നൊരു ഓഹരി ദൈവവേലയ്ക്ക് വേണ്ടി ദൈവദാസന് കൊടുക്കുകയും ചെയ്തു. അതിലൂടെ, ആ കൊടുക്കലിലൂടെ ഒരുപാട് നന്മകൾ ജീവിതത്തിൽ എനിക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞു. ഞാൻ പറയട്ടെ, ആ ദൈവീക വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുവാനിടയായി. എന്നാൽ ആ സന്തോഷം ഒരുപാട് കാലങ്ങൾ നീണ്ടു നിന്നില്ല. എൻ്റെ ഇളയ സഹോദരിയുടെ വിവാഹം നിശ്ചയം വന്നു. ഞങ്ങൾക്ക് ഭൂസ്വത്തായിട്ട് അല്ലെങ്കിൽ പിതാവിൻ്റെ സ്വത്തായിട്ട് ഏലത്തോട്ടമുണ്ട്, കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്. അതിൽ നിന്നൊക്കെ വരുന്ന വരുമാനങ്ങൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മാതാവിനോട് പറഞ്ഞ് വശീകരിച്ചവരെ എന്ത് ചെയ്തു, ലഭിക്കുന്ന പണം മുഴുവനും ആ മൂത്ത ജ്യേഷ്ഠൻ കൊണ്ടുപോയി ദുർവിനിയോഗം ചെയ്തു. അദ്ദേഹത്തിന് ലോറിയും ജീപ്പും അതുപോലെ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലും സുഖിമാനായി താൻ ജീവിക്കുകയാണ്. സഹോദരിയുടെ വിവാഹം വന്നു, എൻഗേജ്മെന്റ് സമയമായി. ജ്യേഷ്ഠൻ പണം തരാമെന്ന് പറഞ്ഞെങ്കിൽ സമയമായപ്പോൾ അദ്ദേഹം വാക്കു മാറ്റിപ്പറഞ്ഞു. അവസാനം എൻ്റെ ആ ചെറിയ 1 ഏക്കർ സ്ഥലവും ആ ചെറിയ വീടും എനിക്ക് വിട്ടുകൊടുക്കേണ്ടതായ ഒരു സാഹചര്യം എനിക്കുണ്ടായി. അതങ്ങനെയല്ല, അവർ എന്നെ നിർബന്ധിച്ചു. അവിടെയും ഞാൻ അവഗണിക്കപ്പെടും. എൻ്റെ അനുജന് 2 ഏക്കർ സ്ഥലമുണ്ട്, ജ്യേഷ്ഠന് സ്ഥലമുണ്ട്,
ആ മൂത്ത സഹോദരി വിവാഹം കഴി അവർക്ക് ആവശ്യമായി ഓഹരി കൊടുത്തു. പിന്നെ എന്തുകൊണ്ട് എൻ്റെ 1 ഏക്കർ സ്ഥലം വിൽക്കുവാൻ അവർ നിർബന്ധിക്കുന്നു? എനിക്ക് അവിടെ ഒന്നും ഉത്തരം ലഭിച്ചില്ല. ഞാൻ ആരോടാണ് ഈ പരാതി പറയുന്നത്? എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ദൈവദാസനോട് പരാതി പറഞ്ഞു. അദ്ദേഹം കൈമലർത്തി. കാരണം എൻ്റെ പിതാവിനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ദൈവദാസന്റെ മുഖത്തടിക്കുന്ന രീതിയിൽ എൻ്റെ പിതാവ് സംസാരിച്ചെന്ന് വരും. അതുകൊണ്ട് ദൈവദാസൻ മൗനമായിരുന്നു. അവസാനം ഞങ്ങൾക്ക് കിടക്കാൻ ഒരു കയറുകട്ടിലാണുള്ളത്. അവസാനം ഞാൻ ആ 1 ഏക്കർ വസ്തുവും അതിലെ വീടും വിൽക്കുവാൻ നിർബന്ധിതനായി. അന്ന് ലഭിച്ചതായ പണം കൊണ്ട് എൻ്റെ സഹോദരിയെ ഞാൻ വിവാഹം കഴിച്ച് അയക്കുവാൻ, ആ പണമെല്ലാം ചിലവഴിക്കുവാൻ ഇടയായി. വിവാഹമെല്ലാം വളരെ സന്തോഷത്തോടെ ക്രമീകരിച്ചു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എൻ്റെ സ്വന്തം അല്ലെങ്കിൽ തറവാട്ടിൽ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ താമസിച്ച് ഞാൻ കൊടുത്ത പണം മുഴുവനും തീർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും എൻ്റെയും എൻ്റെ ഭാര്യയെയും ഒരു സന്ധ്യാസമയത്ത് ആരാധന കഴിഞ്ഞ്, ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് എൻ്റെ പിതാവിൻ്റെ മുഖത്ത് നോക്കി അമ്മയോട് ചേർന്ന് എന്നോട് പറഞ്ഞു. പല ആവർത്തികൾ പറഞ്ഞു. അവസാനം എനിക്ക് പുറത്തേക്ക് ഇറങ്ങുക അല്ലാതെ ദീർഘമാർഗമൊന്നുമില്ല. ഞാൻ അവിടെ താമസിച്ച കാലത്തോളം എൻ്റെ സ്വന്തം വീട്ടിൽ ഒരു വാടകക്കാരനെ പോലെ താമസിച്ചതായ ദിവസങ്ങൾ. ഒരു ചാർത്തിൽ ഒരടുക്കളയുണ്ടാക്കി അവിടെ ഞാനും എൻ്റെ കുടുംബവും ഒറ്റപ്പെട്ട അനുഭവത്തിൽ ഒരു വാടകക്കാരനെ പോലെ വളരെ ദുഃഖത്തോടെ വേദനയോടെ അവിടെ കഴിച്ചു കൂട്ടുവാനിടയായി. എന്നാൽ പിന്നീട് അവിടെ ജീവിക്കുന്നത് വളരെ പ്രയാസമാണ് എന്ന് തോന്നിയപ്പോൾ ഒരു സന്ധ്യയെങ്കിൽ ഞാൻ ആ വീട്ടിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ആ ഉടുത്ത വസ്ത്രത്തോടുകൂടി 2 കുഞ്ഞുങ്ങളെയും കയ്യിൽ പിടിച്ച് വിജനമായ വഴിയിലൂടെ സഞ്ചരിച്ചെങ്ങോട്ട് പോകണമെന്ന് നിർവാഹമില്ലാതെ പരിശുദ്ധാത്മാവിടെ ചെന്ന് പറഞ്ഞു, നിന്റെ പിതാവ് ജോലി ചെയ്ത നിന്റെ പിതാവിൻ്റെ ജന്മിയുണ്ടല്ലോ, അവർക്ക് ഒരുപാട് വീടുകളുണ്ട്, ഒരുപാട് വാടകക്കാരുണ്ട്, നീ അങ്ങോട്ട് കടന്നു പോകണമെന്ന് എന്നോട് ദൈവാത്മാവ് ഇടപെടുവാനിടയായി. എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ പോകത്തില്ല. കാരണം ഞാൻ ആ വീട്ടിൽ പാർക്കുന്ന സമയത്തൊക്കെ ഏകനായിരുന്ന് പലപ്പോഴും വീടിനകത്തും പുറത്തും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വഴിയിൽ വെച്ച് കേട്ട ശബ്ദം മറ്റൊരു മനുഷ്യന്റെ അല്ല, ദൈവത്തിന്റെ ശബ്ദമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് ആ വീട്ടിൽ പോകുവാൻ മനസ്സില്ല. കാരണം അദ്ദേഹം 10 പൈസയുടെ ഉപകാരിയല്ല, ഞാനതോട് പോകത്തില്ലെന്ന് പറഞ്ഞു. എങ്കിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ പോകണം. ഞാൻ അദ്ദേഹത്തിന് വീട്ടുമുറ്റത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു വീട് അല്ലെങ്കിൽ റൂം വാടകയ്ക്ക് വേണം. ആദ്യം എൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹം വളരെ മോശമായ രീതിയിൽ എന്നെ പുച്ഛിച്ചു, പുറന്തള്ളി. ഞാൻ അവിടെ വെച്ച് ദൈവത്തോട്, ദൈവമേ ഞാൻ വഴിയിൽ വെച്ച് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ വരത്തില്ല. പക്ഷേ ദൈവം പറഞ്ഞു, നീ ഒന്നുകൂടി ചോദിക്കാൻ പറഞ്ഞു. ഞാൻ വീണ്ടും അച്ചായനെ വിളിച്ചു. അദ്ദേഹം പുറത്തേക്ക് മറുപടി ഒന്നും പറയാതെ, വാടക പോലും ചോദിക്കാതെ, വാടക ഉണ്ടാകുമ്പോൾ തരിക, നിനക്ക് ഇവിടെ ഈ വീട്ടിൽ ഈ ജോലി ചെയ്യുകയും നിനക്ക് വാടകയിൽ ഇളവ് ലഭിക്കുകയും ചെയ്യുന്നു പറഞ്ഞ് അതേ ഞങ്ങൾക്ക് ഒരു വീടിന്റെ ഒരു റൂമിന്റെ ചാവി എടുത്തരികയും ചെയ്തു. എന്നാൽ ആ വീട്ടിൽ കിടക്കുവാൻ ഒരു മരക്കട്ടിലല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾ ആ രാത്രിയിൽ അയൽവാസിയുടെ സന്മനസ് കൊണ്ട് ആ രാത്രിയിൽ ഒരു ബൾബിട്ട് തന്ന് ഞങ്ങൾ അവിടെ സുഖമായി കിടക്കുവാൻ, ആഹാരമൊന്നുമില്ലെങ്കിലും ആ രാത്രി സുഖമായി കിടന്നു. പിറ്റേ ദിവസം ഞാൻ എഴുന്നേൽക്കുമ്പോൾ കണ്ട ഒരു കാര്യം, ഞാൻ ആ റോഡ് സൈഡാണ്, വെയിൽ കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഇന്നലെ വരെ ഞാൻ കിടന്നതായ കയറുകൊണ്ട് കെട്ടിയ കട്ടിൽ എൻ്റെ അപ്പൻ 150 രൂപയ്ക്ക് വിറ്റ് ആ മനുഷ്യന് കൊടുക്കുവാനിടയാൻ. സ്വന്തം മകനെ വിൽക്കുന്നത് തുല്യമാണ്. വർഷങ്ങൾ മകൻ കിടന്ന കട്ടിൽ 150 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞാല്
എത്ര ശോചനീയമായ അവസ്ഥയാണ്. ഇങ്ങനെ കൈപ്പേറിയ ഒരുപാട് അനുഭവത്തിലൂടെ ഞാനും എൻ്റെ കുടുംബവും മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നു. അവഗണിക്കപ്പെട്ട നിലകളിൽ, ഉപദ്രവിക്കപ്പെട്ട നിലകളിൽ, പലപ്പോഴും സമാധാനം നഷ്ടപ്പെട്ട നിലകളിൽ, ഭവനത്തിൽ യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യമില്ലാതെ കരഞ്ഞ് പലപ്പോഴും കണ്ണ് കലങ്ങിയ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ മൂത്ത കുഞ്ഞിന് പഠിക്കുവാൻ പ്രായമായി. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ 6 മാസം ആ കുഞ്ഞിനെയും കൊണ്ട് ആലയത്തിൽ പോകുവാൻ കാരണം എൻ്റെ കുഞ്ഞിന് അവൻ ഒരു കെട്ടുടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ കൊണ്ടുപോകാൻ കഴിയൂ. ഒരു അടിപ്പാവാട എൻ്റെ ഭാര്യയ്ക്കില്ല. എന്നാൽ എൻ്റെ സഹോദരി, ഞാൻ വിവാഹം കഴിപ്പിച്ചയച്ച സഹോദരിയുടെ അലമാരിയിൽ ഒരു നേഴ്സാണ്, 18ഓളം സാരികൾ അടുക്കി വെച്ചിരിക്കുക. അതിൽ ഒരെണ്ണം എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ എൻ്റെ ഭാര്യ ആരാധനാലയത്തിൽ പോകത്തില്ലേ? ആരാധനാലയത്തിൽ പലരും വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് ആരാധനാലയത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെ അവരോടുകൂടെ എൻ്റെ ഭാര്യ ഇരിക്കും? 6 മാസത്തോളം ഭാര്യയും കുഞ്ഞും ആരാധനാലയത്തിൽ പോയില്ല. പലപ്പോഴും സിമന്റിട്ട തറയിൽ മുട്ടുമടക്കി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, എൻ്റെ അവസ്ഥകൾക്ക് ഒരു വലിയ മാറ്റം വരുത്തണം. ദിനരാത്രങ്ങൾ പലപ്പോഴും ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. നോക്കുക, എൻ്റെ പിതാവിനോട് ചെയ്തത് എന്താ? ഞാൻ അന്നുവരെ കിടന്ന കട്ടിൽ മറ്റൊരാൾക്ക് കൊടുക്കുക, അത് ചുമന്നു കൊണ്ടുപോകുന്ന കണ്ണിൻ മുമ്പിലൂടെ. ഒരു നേരത്തെ ആഹാരം പോലും വിളിച്ചു തരുവാൻ എൻ്റെ മാതാപിതാക്കന്മാർ സന്മനസ് കാണിച്ചില്ല. ഞാൻ എവിടെയാണ് അവഗണിക്കപ്പെട്ടത്? ഞാൻ ഇതിനു മാത്രം എന്താണ് തെറ്റ് ചെയ്ത്? പലപ്പോഴും ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ്. അതോ എന്നെ എടുത്തുകൊണ്ട് ഞാൻ ദത്തുപുത്രനാണോ? അതിലൊന്നും എനിക്ക് മറുപടി ലഭിച്ചില്ല. വളരെ ശാന്തതയോടെ ഞാൻ വീണ്ടും നാളുകൾ കഴിച്ചുകൂട്ടി. ആഴ്ചയിൽ അപ്പോൾ ദൈവദാസൻ പറഞ്ഞു, സുവിശേഷ വേലയ്ക്ക് നിനക്ക് വിളിയുണ്ട്. അങ്ങനെ ആ ദൈവദാസൻ എന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു, പ്രസംഗിക്കാൻ പഠിപ്പിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ വാടക കൊടുക്കണമല്ലോ. ആഴ്ചയിൽ 3 ദിവസം ഞാൻ കൂലിപ്പണി ചെയ്യുക. അന്നത്തെ 10 രൂപയാണ് കൂലി. ആ 10 രൂപയിൽ അല്ലെങ്കിൽ 30 രൂപയിൽ 10 രൂപ ഞാൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കും. 20 രൂപ അത് വീട്ടിലെ ചിലവിന് വേണ്ടി മാറ്റിവെക്കും. 3 ദിവസത്തെ സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവദാസൻ ഒരു തുണി സഞ്ചിയിൽ 10ഉം 25ഉം കിലോ ഭാരം വരുന്ന ട്രാക്റ്റുകളും ബുക്ക്ലെറ്റുകളും ഒക്കെ തരും. ഇതിങ്ങനെ രാവിലെ ആഹാരമൊന്നും കഴിക്കാതെ മലകളിൽ ചവിട്ടി ഞങ്ങൾ 12 പേരാണ് ടീം. മലകൾ കയറി വനാന്തരം സഞ്ചരിച്ച് ഉച്ചയ്ക്കൊന്നും ആഹാരമില്ലാതെ ഈ ബുക്ക്ലെറ്റ് 50 പൈസയ്ക്ക് വിൽക്കും. അങ്ങനെ വൈകുന്നേരം ഏതെങ്കിലും കവലകളിൽ കയറി ചെന്നിട്ട് അവിടെ പരസ്യയോഗം നടത്തും. ബുക്ക് വിറ്റ് കിട്ടുന്നതായ പണത്തിൽ ഒരു അംശം എന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് ബുക്ക് വിറ്റാൽ 10 പൈസ എനിക്ക് തരും. അങ്ങനെ എല്ലാവരും വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ചായ കുടിക്കുമ്പോൾ ഞാൻ വെള്ളം കുടിച്ച് തൃപ്തനായി വീട്ടിൽ വന്ന് അതുകൊണ്ട് അരി വാങ്ങിച്ച് എൻ്റെ മക്കൾക്ക് കൊടുത്തതായ സന്ദർഭങ്ങൾ ഒരുപാട് എൻ്റെ ജീവിതത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിർവാഹമില്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നിന്റെ മക്കളെ പഠിപ്പിക്കുന്നത് ഞങ്ങളൊന്ന് കാണണം. നീ ഒരു വീട് കെട്ടി കിടന്ന് സുഖമായി ഉറങ്ങുന്നത് ഒന്ന് കാണണം. ഇന്നും എനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്, ഇതിങ്ങനെ സംഭവിച്ചത് എന്താണ്? മക്കളെ പഠിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു, വീട് കെട്ടി കിടക്കത്തില്ലെന്ന് പറഞ്ഞു. എനിക്കുണ്ടായിരുന്ന വസ്തുവകകളൊക്കെ അവർ നാനാവിധമാക്കി കളഞ്ഞു. ഞാൻ പറയട്ടെ, അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ പാസ്റ്ററുടെ പിതാവ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ളതായ ബുദ്ധിമുട്ടിനെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് വളരെ ദുഃഖത്തോട് പറഞ്ഞു. ഞങ്ങളുടെ വേദനകൾ ഒരു പിതാവിനെ പോലെ മനസ്സിലാക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം നിത്യത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ദൈവദാസന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ളതായ പായിപ്പാടുള്ളതായ ഓർഫനേജിലേക്ക് എൻ്റെ മൂത്ത മകനെ കൊണ്ടാക്കുവാനിടയായി. മക്കൾ എവിടെയാ പഠിക്കുന്നത്? ഏതെങ്കിലും വലിയ CBSE സ്കൂളിന്റെ പേര് പറയാൻ പറ്റുമോ?
സെവൻ ഡേ സ്കൂൾ പറയാൻ പറ്റുമോ? എവിടെയാ മക്കൾ പഠിക്കുന്നത്? സ്തോത്രം. ഞാൻ പറയുന്നു, ഞങ്ങൾ പാവങ്ങളാ. എനിക്ക് അപ്പനും അമ്മയൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ടൊന്നും അവർക്കൊന്നും വലിയ സാമ്പത്തികമില്ല. കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് കൊടുക്കാനും ചെരുപ്പ് കൊടുക്കാനും ബുക്സുകൾ വാങ്ങിക്കാനും ഒന്നും നിർവാഹമില്ല. അതുകൊണ്ട് എൻ്റെ കുഞ്ഞെ ഞാൻ ഓർഫനേജ് വിട്ടത്. ഇപ്പോഴും അവൻ കണ്ണുനീരോടെ എന്നോട് പറയും, പപ്പ, ചെറുപ്പത്തിൽ എനിക്ക് ലഭിക്കേണ്ട സ്നേഹം പപ്പ തന്നോ? മാതാപിതാക്കൾ ഒരുമിച്ച് പാർക്കേണ്ട ആ സമയത്ത്, അപ്പൻ്റെ അമ്മയുടെയും ലാളന ഏറ്റ് ജീവിക്കേണ്ട സമയത്ത് എനിക്ക് അപ്പൻ്റെ അമ്മയുടെയും ലാളന കിട്ടിയോ? അതുകൊണ്ട് എന്നെ പോലെ തന്നെ എൻ്റെ മൂത്ത മകനും അമേൻ മറ്റു സഹജീവികളെ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ സ്നേഹിപ്പാനുള്ളതായ മനസ്സില്ല. നല്ല ഭക്ഷണമില്ല. നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്നിടത്ത് നല്ല അന്തരീക്ഷമില്ല, നല്ല ഭക്ഷണമില്ല. ചൊറിയൊക്കെ വന്ന് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധമൊക്കെ ശരീരത്തോടുകൂടെ പലപ്പോഴും എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ സഹിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നിർവാഹമില്ലായിരുന്നു. നോക്കണേ, മറ്റുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വെക്കേഷൻ സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ കുഞ്ഞു മാത്രം അവിടെ വളരെ ശാന്തനായി നിരാശയോടെ അവനായിരിക്കും. രണ്ടാമത്തെ കുഞ്ഞിൻ്റെയും വിദ്യാഭ്യാസ സമയമായപ്പോൾ ആ കുഞ്ഞിനെയും പെരുമ്പാവൂരുള്ളതായ ഒരു ഓർഫനേജിലേക്ക് മാറ്റുവാനിടയായി. അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളും വളർന്നത്, പഠിച്ചത് അനാഥാലയത്തിലാണ്. അനാഥാലയത്തിൽ അവർക്ക് വേണ്ട രീതിയിലുള്ളതായ പരിപാലനം കൊടുക്കാൻ കഴിയാതിരുന്ന ഒരു നിർഭാഗ്യവാനായ പിതാവിനെ പോലെ ദുഃഖം കടിച്ചമർത്തി ഞാൻ മുന്നോട്ട് പോകുവാനിടയായി. എന്നാൽ യോസേപ്പിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ആ അടിമയുടെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ്, ആമേൻ, യജമാനന്റെ അല്ലെങ്കിൽ ഒരു അധികാരിയുടെ വസ്ത്രം ധരിപ്പിച്ച് അവനെ പുറത്തു കൊണ്ടുവന്ന് മിസ്രൈമിലെ രണ്ടാമനായി അവനെ നിയോഗിച്ച ഒരു ദൈവമുണ്ട്. എല്ലാം പ്രതികൂലമായപ്പോഴും എനിക്ക് ദൈവം തന്ന ഒരു ദർശനമുണ്ട്. എൻ്റെ കാതുകളിൽ ദൈവം സംസാരിച്ച ചില ദൈവിക വാക്തത്വമുണ്ട്. എൻ്റെ അയൽവാസികളും മാതാപിതാക്കന്മാരും ഒക്കെ അവഗണിക്കുമ്പോഴും ഒരു ഉയർച്ചയില്ലെന്ന് അവർ എന്നോട് പറയുമ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം ത്യജിക്കാതെ ദൈവമുഖത്തേക്ക് നോക്കുവാനായിട്ടിടയായി തീർന്നു. ഞാൻ എന്നോട് ഒരുമിച്ചല്ല എൻ്റെ ഭാര്യ സ്നാനപ്പെട്ടത്. ഞാൻ സ്ഥലത്തില്ലാത്ത സമയത്ത് ആരോടും അനുവാദം ചോദിക്കാതെ എൻ്റെ ഭാര്യയും സ്നാനപ്പെടുവാനിടയായി. നോക്കുക, എന്നാൽ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവദാസൻ പറഞ്ഞു, നീ സുവിശേഷ വേലയ്ക്കിറങ്ങണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണല്ലോ. അപ്പോ അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പിതാക്കന്മാരെല്ലാവരും അല്ലെങ്കിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടാണോ പ്രസംഗിക്കുന്നത്, സഭാചാർജകൾ നടത്തുന്നത്? അവരൊക്കെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കൃപ കൊണ്ടാണ് അവരൊക്കെ ഈ നിലയിലായത് എന്ന് പറയുവാനിടയായി. അതെങ്ങനെ പറയുവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ കളങ്കരഹിതമായ ഒരു വിശ്വാസമായിരുന്നു എനിക്ക്. മുഖപക്ഷം കൂടാതെ ശുശ്രൂഷ ചെയ്യുവാനുള്ളതായ ദൈവകൃപ കർത്താവ് എനിക്ക് നൽകുവാനിടയായി. പലപ്പോഴും എൻ്റെ ആത്മീയ പിതാക്കന്മാരൊക്കെ സഭയിലിരിക്കുമ്പോൾ ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് അവസരം തരുമ്പോൾ ഞാൻ വിശുദ്ധ വേദപുസ്തകം തുറന്ന് വചനമെടുത്ത് സംസാരിക്കുമ്പോൾ മുഖപക്ഷം കൂടാതെ വലിയവരെന്നോ ചെറിയവരെന്നോ അപ്പനെന്നോ അമ്മയോന്നോ നോക്കാതെ വളരെ ശക്തമായി അവരുടെ കുറ്റങ്ങൾ വിളിച്ചു പറഞ്ഞ് മാനസാന്തരത്തിലേക്ക് അവരെ നയിക്കുവാനുള്ളതായ പ്രത്യേകമായ ഒരു ടാലന്റ് ദൈവം എനിക്ക് നൽകുവാനിടയായി. അപ്പോൾ അവർക്കൊരു ചിന്ത വന്നു. അവർ ഇൻഡിപെൻഡന്റ് ചർച്ചിലാണ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ അപ്പൻ പ്രസിഡന്റും മകൻ സെക്രട്ടറിയുമായിട്ടാണ്. ഞങ്ങളുടെ ഒരു തുറന്ന പുസ്തകമാണ്, ഞങ്ങളുടെ ഉള്ളിൽ രഹസ്യങ്ങളൊന്നുമില്ലെന്ന് അവർ ഞങ്ങളോട് പറയുമായിരുന്നു. പക്ഷേ ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ എന്നിലൂടെ
ദൈവം സംസാരിച്ച സന്ദേശം അവരെ ഹൃദയത്തെ മുറിക്കുന്നതായിരുന്നു. അതുകൊണ്ട് എന്നെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ഇവിടെയെങ്കിലും താൻ നിൽക്കുകയില്ലെന്നുള്ളതായ ഒരു ചിന്ത അവരെ ഭരിച്ചിട്ട് ബൈബിൾ സ്കൂളിലെ പഠനം നിഷേധിക്കുവാൻ ഇടയായെങ്കിലും അവരുടേതായ ആ ചട്ടക്കൂടുകളെ പൊട്ടിച്ച് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ദൈവവചനം പഠിക്കുവാൻ ആ സമയത്ത് ഞാന് കർത്താവിന്റെ വേല ചെയ്യുന്നത് സൂര്യനെല്ലിക്ക് കീഴെ മുട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ സ്വന്തം പണം കൊടുത്തു വാടകയ്ക്ക് RSSകാരുടെയും BJPക്കാരുടെയും കേന്ദ്രമായിരിക്കുന്ന മുട്ടുകാട് വൈസമാലി, ഇന്നും വൈസമാലിയിൽ ഒരൊറ്റ വിശ്വാസികൾ പോലുമില്ല. മുട്ടുകാട് കേന്ദ്രമായി പ്രവർത്തിക്കുകയും ആ സമയത്ത് ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്ന് ഒരു ഗ്രൂപ്പ് അവിടെ മറ്റൊരു ദൈവദാസന്റെ ക്ഷണം സ്വീകരിച്ച് ഒരാഴ്ചയോളം ഈ പ്രദേശങ്ങൾ വന്ന 2 ദിവസം ഞാൻ അവരെ ക്ഷണിച്ചു. ആ 2 ദിവസങ്ങളിൽ ആ പ്രദേശങ്ങൾ മുഴുവനും സുവിശേഷീകരിക്കുവാൻ ദൈവം സഹായിപ്പാനിടയായി. അന്ന് വിതച്ച വിത്ത് ഇന്ന് അവിടെ 100 കണക്കിന് വിശ്വാസികൾ അവിടെ ഉടലെടുക്കുവാനിടയായി. അവിടുത്തെ ഓർത്തഡോക്സ് സഭയിലെ അച്ഛൻ എൻ്റെ കൊങ്ങയിൽ പിടിച്ചു. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവദാസനെ വളരെ മോശമായ രീതിയിൽ അസഭ്യം പറഞ്ഞു. എന്നെ കന്നത്തടിക്കുവാൻ അദ്ദേഹം കയ്യോങ്ങി. അത് കണ്ടു നിന്നതായിരിക്കുന്ന ഓർത്തഡോക്സ് സഭയിലെ ചില വിശ്വാസികൾ അച്ഛനെ വിലക്കി. ഒരു ഓർത്തഡോക്സുകാരന്റെ വീട്ടിലാണ് ഞാൻ വസിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹത്തോട് അച്ഛൻ പറഞ്ഞു ഇവരെ പുറത്താക്കണം. അവര് പറഞ്ഞു അച്ഛൻ വാടക തന്നാൽ അവരെ പുറത്താക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ശക്തമായി ദൈവം എന്നെ ആ പ്രദേശത്ത് ഉപയോഗിക്കുക മാത്രമല്ല ചെയ്തത്, ദൈവത്തിന് വലിയ അത്ഭുതകരമായ വിടുതല് കർത്താവ് അവിടെ നൽകി. ചില ഉന്നതന്മാരുടെ വായടയ്ക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഉപയോഗിക്കുവാനിടയായി. പല ഉന്നതന്മാർക്കും ചെയ്യാൻ കഴിയാത്ത ദൈവപ്രവൃത്തി എന്നിലൂടെ ദൈവം ചെയ്തെടുത്തിട്ട് ചില BJPക്കാരുടെ നേതാക്കന്മാരുടെ വായടക്കത്തക്ക രീതിയിൽ അവരുടെ വേദത്തിലെ ചില നഗ്നമായ സത്യങ്ങൾ ആത്മാവിൽ വിളിച്ചു പറഞ്ഞ് അമ്പലത്തിലെ ചില ഉന്നതന്മാരും അതുപോലെ പള്ളിയിലെ ചില മേലധികാരികളൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തലകുനിച്ച പ്രാർത്ഥന ഏറ്റെടുത്തതിന്റെ ഫലമായിട്ട് ഇന്നും അനേകർ അവിടെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കാനായിട്ടിടയായി തീർന്നു. ഈ അത്ഭുതകരമായി വിടുതൽ കണ്ട് എൻ്റെ ആത്മീയ പിതാവ് എന്നെ പുറത്തേക്ക് വിടുവാനുള്ള എല്ലാ വഴികളും അടച്ചു. പക്ഷേ ആ ഗ്രേസിൽ നിന്ന് വന്നതായ ചില സഹോദരന്മാർ എന്നോടുള്ളതായ അവർ അവിടെ 2 വർഷവും 3 വർഷമൊക്കെ പഠിച്ചവരെന്നാൽ പഠിച്ചവരെക്കാൾ വളരെ പരിജ്ഞാനത്തോടെ അവര് പോലും അറിയാത്ത ആത്മീക സത്യങ്ങൾ ഹൈന്ദവ നേതാക്കന്മാരുടെ വായടയ്ക്കുന്ന രീതിയിലുള്ളതായ സന്ദേശങ്ങൾ കർത്താവ് എന്നിലൂടെ അവിടെ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതായ ഗ്രേസ് ബൈബിൾ കോളേജിലെ സുഹൃത്തുക്കൾ എന്നെ ഡൽഹിയിലേക്ക് ക്ഷണിക്കുവാനിടയായി. അങ്ങനെ ഞാന് ഡൽഹി ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് എനിക്കൊരവസരം തന്നു. ഈ കാലയളവിലാണ് എൻ്റെ വീട്ടിലുള്ളതായ അമ്മ, അതുപോലെ 2 പെങ്ങന്മാർ, അനുജൻ, ഇവരൊക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായി. ഞാനാണ് എൻ്റെ ദേശമായ രാജകുമാരി എന്ന ഗ്രാമത്തിലെ ആദ്യ ഫലം. ഞാനാണ് ആദ്യമായിട്ട് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വന്നത്. വചനം പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ വചനം അപ്പാടെ അവിടെ നിവർത്തിക്കുവാനിടയായി. അങ്ങനെ എൻ്റെ മക്കൾ 2 പേരും ഓർഫനയിൽ പഠിക്കുന്നു. എൻ്റെ ഭാര്യ വാടകയ്ക്ക് താമസിക്കുന്നു. എന്ന ആ സാഹചര്യത്തിൽ എന്നെ ബൈബിൾ കോളേജിലേക്ക് വിടുവാൻ ഉത്സാഹിച്ചത് എൻ്റെ ഭാര്യയാണ്. കൂലിവേല ചെയ്ത് എനിക്ക് ആവശ്യമായ ഡ്രസ്സ് ഉണ്ടാക്കി തന്ന്, വണ്ടിക്കൂലിയും തന്ന്
എന്നെ ഗ്രീസ് ബൈബിൾ കോളേജിലേക്ക് പറഞ്ഞയക്കുവാനിടയായി. എന്നാൽ ഏകദേശം 4 ദിവസം ബൈബിൾ കോളേജിൽ ഞാൻ താമസിച്ചു. അന്ന് അവരെന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇവിടെ പഠിക്കാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയാം. ഇന്റർവ്യൂവിലൊക്കെ വളരെ നല്ല രീതിയിൽ ഞാൻ ആൻസർ കൊടുക്കുവാനിടയായി. എൻ്റെ ഗ്രീസ് ബൈബിൾ കോളേജിലെ പഠനം അവർ നിഷേധിച്ചു. 4 ദിവസത്തോളം ഗ്രീസ് ബൈബിൾ കോളേജിൽ ഞാൻ താമസിച്ചു. ആ സമയത്ത് തമിഴ്നാട്ടുകാരൻ ജോസഫ് എന്ന് പറയുന്ന ഒരു കത്തുദാസനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം എന്നെ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഡൽഹി അല്ലെങ്കിൽ നോർത്തേൺ റീജിയൻ എന്ന് പറയുന്ന ആ സംഘടനയുടെ പ്രസിഡന്റായ KT തോമാച്ചൻ എന്ന് പറയുന്ന ആ ദൈവദാസന് ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ട്. അവിടെ എനിക്ക് പഠിക്കുവാനും പഠനത്തോടൊപ്പം അവിടെ സഭയുടെ ചാർജ് എനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ദീർഘവർഷം ഡൽഹി, പഞ്ചാബ്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമേറിയ വേല ചെയ്തെടുക്കുവാനായിട്ട് ദൈവം സഹായിപ്പാനിടയായി. 3 വർഷത്തോളം തനിയെ ഞാൻ അവിടെ കർത്തുവേലയിലായിരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും ഞാൻ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുവാനിടയായി. ഈ കാലയളവിൽ 100 കണക്കിന് ആളുകളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന പലരും ഇന്ന് ദൈവദാസന്മാരാണ്. പലരെയും ഞാൻ ബൈബിൾ കോളേജിൽ വിടുവാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എവിടെ കടന്നു ചെന്നാലും ദൈവം ശക്തമായിട്ട് തന്നെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നത് ഒരു നാളുകളിൽ ദൈവം അല്ലെങ്കിൽ എൻ്റെ ഭവനക്കാർ എന്നെ അവഗണിച്ചു, ചാർച്ചക്കാർ എന്നെ അവഗണിച്ചു. ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചാൽ യഹോവ എന്നെ ചേർത്തുകൊള്ളും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാർ നീ അവഗണിക്കപ്പെട്ടവളാണെങ്കിൽ, മാതാപിതാക്കന്മാരാൽ നീ അവഗണിക്കപ്പെട്ടവനാണെങ്കിൽ, സമൂഹത്തിൽ നീ അവഗണിക്കപ്പെട്ടവനാണെങ്കിൽ, ദൈവത്തെ നീ മുറുകെ പിടിച്ചുകൊള്ളണം. അവൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ഒരു നാളുകളിൽ അമേൻ ആവശ്യത്തിനുള്ളതായ വസ്ത്രങ്ങൾ ഭവനത്തിലുണ്ടായിട്ടും അതുപോലും തന്ന് സഹായിപ്പാൻ കഴിയാത്ത എൻ്റെ സഹോദരങ്ങൾക്ക് ഇപ്പോൾ എന്നെ ആവശ്യമാണ്, സഹോദരിമാർക്ക് എന്നെ ആവശ്യമാണ്. ഞാൻ കൊണ്ടുവരുന്ന നന്മകൾ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ഞാനത് വീതം വെച്ച് കൊടുക്കും. ദീർഘവർഷങ്ങൾ പലയിടങ്ങളിൽ മാറി മാറി വാടകയ്ക്ക് താമസിച്ച എൻ്റെ ജീവിതം മാറ്റുവാൻ ദൈവം ആഗ്രഹിച്ചു. ഒരിക്കൽ എൻ്റെ മകൻ്റെ ബൈബിൾ എടുത്ത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ബൈബിളിൻ്റെ പുറകിലത്തെ പേജിൽ ഒരു ചെറിയ കുറിപ്പ് ഞാൻ കണ്ടു. ആ കുറിപ്പ് ഞാനിങ്ങനെ എടുത്തു വായിച്ചപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്: ഞങ്ങൾക്ക് തല ചായ്ക്കുവാൻ ഒരു ഇടം ആവശ്യമാണ്, ഞങ്ങൾക്ക് ഉറങ്ങുവാൻ നല്ലൊരു വീട് ആവശ്യമാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ പാർക്കുന്നത് റോഡ് സൈഡിൽ 25 സെന്റ് സ്ഥലം വാങ്ങിക്കുവാൻ, അതിൽ ഒരു വീട് വയ്ക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. വീട് വെച്ചത് ലോൺ എടുത്തിട്ടാണ് അത് വെച്ചതെങ്കിലും ലോൺ തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അത് ബാങ്കുകാര് ജപ്തി ചെയ്യുമെന്നുള്ള അവസ്ഥ വരുവാനിടയായി. അന്ന് എൻ്റെ മകൻ പഠനമൊക്കെ കഴിഞ്ഞു. ഉപരിപഠനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ജോലിയിൽ, ചെറിയൊരു ജോലിയിൽ പ്രവേശിച്ചു. നിസാരമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന അവന് ആ ബാധ്യത തീർക്കാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ എൻ്റെ വീട്ടില് ഞാനിവിടെ ആയിരിക്കുമ്പോൾ ഒരുപാട് കുരുമുളകൊക്കെ എൻ്റെ വീട്ടിലുണ്ടെങ്കിലും അതിൽ ഒരംശം തന്നാൽ എനിക്ക് ബാങ്കിൽ നിന്ന് ഇളവ് ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ
എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഭാര്യയോടുള്ള അവഗണന. അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓട്ടടാ, നിനക്കെന്നാ ദണ്ണം, ആ വസ്തുവും ആ വീടും പോയ നിനക്കെന്നാ ദണ്ണം. നോക്കുക, അതിനകത്ത് തന്നെ എന്നോടും എൻ്റെ ഭാര്യയോടുമുള്ള അവഗണന നിൽക്കുകയാണ്. ഞാൻ ഇതിലൊന്നും മറുപടി പറഞ്ഞില്ല. എന്നാൽ കണ്ണുനീർ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. എൻ്റെ മകൻ്റെ സുഹൃത്ത് നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവനാണ്. എൻ്റെ മകൻ അവനോട് പറഞ്ഞ് സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ആ കടങ്ങളെല്ലാം തീർക്കുവാൻ, സ്തോത്രം, ദൈവം സഹായിച്ചു. എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? വീട് കിട്ടുകയില്ല, കുഞ്ഞുങ്ങൾ പഠിക്കുകയില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞ സഹോദരങ്ങളുടെ മുമ്പിൽ, എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ, അയൽവാസികളുടെ മുമ്പിൽ എൻ്റെ വസ്തു നാനാവിധമായി പോകും, അത് ബാങ്കുകാർ ജപ്തി ചെയ്തു കൊണ്ടുപോകുമെന്ന് അവരെല്ലാം ഐക്യകണ്ഠേന പറഞ്ഞിടത്ത് ദൈവം എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി. അതേ, മകന് ശമ്പളമില്ലെങ്കിലും അവൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് അതിനുള്ളതായ പണം തന്ന് ആ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കുവാനിടയായി. ദൈവം സ്നേഹം പ്രകടിപ്പിക്കുന്നത് മറ്റുള്ളവരിലൂടെയാണ്. നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത സ്നേഹം മറ്റുള്ളവരിലൂടെ. അദ്ദേഹം ഒരു ജാതീയനാണ് എങ്കിലും, സ്തോത്രം, വചനം വായിക്കുന്നത്, എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. അന്ന് ലോൺ വീടാണ് എങ്കിലും, സ്തോത്രം, ആ കടമിളച്ചു കിട്ടി. എൻ്റെ മകന് ജോലിക്ക് ഓരോരോ പ്രമോഷൻ ലഭിച്ചു. കുഞ്ഞിന് ഉയർച്ച ലഭിച്ചപ്പോൾ അദ്ദേഹത്തെ ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ ആക്കി. അവനേക്കാൾ ഒരുപാട് വിദ്യാഭ്യാസമുള്ളതായ സഹപ്രവർത്തകരെ ഇവന്റെ കീഴിൽ ജോലി ചെയ്യുവാനാക്കി. അവരെക്കാൾ ഒരുപാട്, അല്ലെങ്കിൽ മറ്റുള്ള സഹപ്രവർത്തകരെക്കാൾ ഒരുപാട് വിദ്യാഭ്യാസം കുറഞ്ഞവനാണെങ്കിലും, നോക്കുക, ദരിദ്രനെ കുപ്പയിൽ നിർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തു ദൈവമാണ്. അവന്റെ കീഴിൽ അനേകർ ജോലി ചെയ്യുവാൻ തുടങ്ങി. ദീർഘ വർഷങ്ങൾ അവനവിടെ ചെയ്യുവാനിടയായി. ആ സമയത്താണ് അവൻ വിവാഹിതനാകുന്നത്. സെൻട്രൽ പാസ്റ്ററുടെ മകളെയാണ് എൻ്റെ മകൻ വിവാഹം കഴിച്ചത്. അങ്ങനെ അവർ കുടുംബമായി ഹൈദരാബാദിൽ ജോലി ചെയ്യുവാനിടയായപ്പോൾ, സ്തോത്രം, ഞങ്ങളുടെ ചെറിയ ഭവനത്തിൻ്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തി. ആ ചെറിയ വീട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പോൾ വളരെ മനോഹരമായ, പാർക്കുവാൻ യോഗ്യതയുള്ള മനോഹരമായ ഒരു വീടാക്കി എൻ്റെ മകനെ തീർത്തത് അത് ദൈവത്തിൻ്റെ കരുണയാണ്. എൻ്റെ കഴിഞ്ഞുപോയ 1 ഏക്കർ സ്ഥലവും വീടും വിറ്റപ്പോൾ നിരാശ തോന്നിയെങ്കിലും നഷ്ടപ്പെട്ടതിനേക്കാൾ 7 ഇരട്ടി പ്രതിഫലം ദൈവം നൽകുവാനിടയായി. ആ 1 ഏക്കർ സ്ഥലവും വീടും വിറ്റാൽ അവന് ഇന്ന് 25 സെന്റിലെ 1 സെന്റ് പോലും വാങ്ങിപ്പാൻ കഴിയില്ല. അത്രത്തോളം വിലമതിക്കുന്ന ഒരു സ്പോട്ടാണ് ദൈവം തന്നത്. നല്ല ഒരു വീടും തരുവാനിടയായി. അങ്ങനെ, സ്തോത്രം, എൻ്റെ മകൻ ഹൈദരാബാദിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അവനൊരു ഇന്റർവ്യൂ വന്നു. ആ ഇന്റർവ്യൂവിൽ 300 പേർ എഴുതിയിൽ 10 പേരാണ് പാസ്സായത്. അങ്ങനെ അവൻ UK പോകുവാൻ അവനെ സെലക്ട് ചെയ്യുവാനിടയായി. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കുന്നത്, നാം ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മെ മാനിപ്പാനിടയാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ വ്യാകുലപ്പെടുവാനല്ല. ലോകം നിന്നെ മാറ്റി നിർത്തുമ്പോൾ, ലോകം നിന്നെ നിന്നെ മാറ്റി നിർത്തുമ്പോൾ ദൈവം നമ്മെ ചേർക്കുവാനിടയാകും. പലപ്പോഴും ഒറ്റയ്ക്ക് നിന്നെ അനുഭവങ്ങളുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ
എല്ലാം നഷ്ടപ്പെട്ടവനായി നിൽക്കുമ്പോൾ നമ്മെ ചേർത്തണയ്ക്കുന്ന ഒരു സ്നേഹമുണ്ട്. ഒരിക്കൽ എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞെൻ്റെ കാതിൽ പറഞ്ഞെൻ്റെ പേര് അബ്രാമേ അബ്രാമേ എന്ന് വിളിച്ചതുപോലെ എൻ്റെ പേരെടുത്ത് ചൊല്ലി എന്നെ വിളിച്ചു, എൻ്റെ പേര് ചൊല്ലി. ഞാൻ വിഷണനായി മുന്നോട്ട് പോകുവാൻ കഴിയാതിരുന്നപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കാതിൽ പറഞ്ഞു, നീ ഭാരപ്പെടണ്ട. നഷ്ടപ്പെട്ടതിന് ഞാൻ പരാതി പറയുകയാണ്, പിതാവിൻ്റെ സ്വത്ത് കൂടാതെ ഞാൻ നിന്നെ സമ്പന്നനാക്കുമെന്ന് പറഞ്ഞു. ഈ ലോകത്തിൽ നമുക്കാരുമില്ലെങ്കിലും സഹായിപ്പാൻ ആരുമില്ലെങ്കിലും നന്മകളിൽ അപഹരിക്കപ്പെട്ടവനായി ഒറ്റയ്ക്ക് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എന്നെ ഈ നിലയിലേക്ക് എത്തിച്ച ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആമേൻ, ദൈവം രണ്ടാമത്തെ മകനെയും, അവനും പ്രാഥമിക വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും ജോലിയോട് ബന്ധത്തിൽ 3 വർഷത്തോളം മലേഷ്യയിലും അവിടെ നിന്നും വന്ന് 3 വർഷം മസ്കറ്റിലും അവൻ ജോലി ചെയ്യുവാനിടയായി. അതിനുശേഷം തിരികെ വന്ന് അവൻ സ്വദേശത്തുനിന്ന് അവൻ വിവാഹിതനും 2 മക്കളുടെ പിതാവുമായി കട്ടപ്പനയ്ക്കടുത്ത് അവനിപ്പോൾ ചെറിയ ഒരു ജോലിയുടെ ബന്ധത്തിൽ അവൻ ഇപ്പോൾ ആയിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ ദൈവം എന്നെ അയക്കുവാനിടയായി. പല സംഘടനകളോട് ചേർന്ന് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ശാരീരികമായ അസ്വസ്ഥതകൾ പലതുമുണ്ടെങ്കിലും അതിനെ ഒന്നും ഞാൻ ഗണ്യമാക്കുന്നില്ല. ഏകദേശം 13 വർഷത്തോളമായി ഞാൻ ഒരു തീരാ രോഗിയാണ്. കാരണം എൻ്റെ ബ്രെയിനിലേക്കുള്ളതായ വെയിനിൽ ബ്ലഡ് ക്ലോട്ടാകുകയാണ്. ഇയർ ബാലൻസ് പോയി. പലപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ ഞാൻ വീഴാറുണ്ട്. ആരാധന മധ്യത്തിൽ ആരാധന നിർത്തുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും അസ്വസ്ഥനായി തീരാറുണ്ട്. പല മെഡിസിൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊന്നും എനിക്ക് ഒരു മോചനം ലഭിച്ചില്ല. ഞാൻ ഈ വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടി പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഒരാളല്ല പലരും എന്നോട് പറഞ്ഞു, പല ദൈവദാസന്മാരിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ഞാൻ രോഗിയായിരുന്ന് കർത്തുവേലിയിലായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അവസാന ശ്വാസം പോകും വരെയും ഞാൻ കർത്താവിൻ്റെ പോർക്കളത്തിൽ നിൽക്കുമെന്നുള്ളത് ഞാൻ ദൈവത്തോട് എടുത്തതായ ഒരു ഉടമ്പടിയാണ്. ഇല്ലായ്മയിൽ നിന്ന് എന്നെ ദൈവത്തോളം കൊണ്ടുവരുവാനിടയായി. ഇന്ന് ഞാൻ കർത്തുവേല ചെയ്യുന്നത് ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ ഹൈറേഞ്ചിൽ ഇടുക്കി ജില്ലയിൽ ഇടുക്കി ഡാമിനോട് ചേർന്ന് പാറേമാവ് എന്ന ഒരു സ്ഥലമുണ്ട്, ചെറുതോണിക്കടുത്ത്. അവിടെ 4 വർഷമായി കർത്താവിൻ്റെ മഹത്വമേറിയ വേലയോടൽ ബന്ധത്തിൽ ആയിരിക്കുകയാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. മരണം പലപ്പോഴും മുഖാമുഖമായി കണ്ട സന്ദർഭത്തിൽ നിന്ന്, ഒറ്റപ്പെട്ടു പോയ സന്ദർഭങ്ങളിൽ നിന്ന്, ആരുമില്ലാതിരുന്ന സന്ദർഭങ്ങളിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചപ്പോൾ താങ്ങായി, തണലായി, ആശ്വാസമായി എന്നെ ദൈവത്തോളം നടത്തുവാനിടയായി. മദ്യപാനാസക്തിയിൽ നിന്ന് വിടുതലില്ലെന്ന് വിചാരിച്ച് ലഹരിയുടെ അടിമത്വത്തിൽ സ്നേഹമെന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ സ്വാർത്ഥനായി ജീവിച്ച കാലഘട്ടത്തിൽ എന്നെ തേടി വന്നൊരു സ്നേഹമുണ്ട്. അതേ, നാം യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ തൻ്റെ ഏകജാതനായി പുത്രൻ വിശ്വസിക്കേവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തിൽ ഏറ്റവും വലിയ പാപിയായിരുന്ന എന്നെ പാപരഹിതനാക്കി തീർത്ത കർത്താവ് ഈ ഒരു മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഈ കർത്തുവേലിയിലേക്ക് വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച വ്യക്തിയല്ല. എന്നാൽ കർത്താവ് എന്നെ ആ മേഖലകളിലേക്ക് നടത്തി. എനിക്ക് അനിഷ്ടമായിരുന്നതായ പ്രവൃത്തി എന്നിലൂടെ കർത്താവ് ചെയ്തെടുക്കുവാനിടയായി. ഇന്നും ശിശുക്കളുടെ ബന്ധത്തിൽ അനേക ദേശങ്ങളിൽ കർത്താവ് എന്നെ ഉപയോഗിക്കുന്നു. കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് അനേക ദേശങ്ങളിൽ വ്യത്യസ്തങ്ങളായ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക്, അതുപോലെ ഭൂതബാധിതരായ ആളുകൾക്ക്, അങ്ങനെ വിവിധ നിലകളിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളിലേക്ക് എന്നെ കർത്താവ് അയക്കുകയും
ശക്തമായി അവിടെയെല്ലാം ദൈവം എന്നെ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകയാൽ ഇന്ന് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കയെ ഉപസംഹരിക്കുകയാണ്. എൻ്റെ അവസ്ഥയിലൂടെ കടന്നു വന്നവർ ഉണ്ടായിരിക്കാം. ഒരിക്കൽ ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് കമ്പിക്കഷണമെടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്ത് കുത്തുവാൻ ഓങ്ങിയപ്പോൾ എന്നെ ആമയൻ പുറകോട്ട് വലിച്ചൊരു ശക്തിയുണ്ട്. ഞാൻ ഞാൻ പാട്ടുകാരി എന്നേ മരിച്ചുപോയെങ്കിൽ എന്ന് പാട്ടുകാരൻ പാടുകയാ. ഞാൻ മരിച്ച് മൺമറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. പോലീസ് ഓടിച്ച സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനും ക്ഷമിപ്പാൻ കഴിയാത്ത കൊടിയ ഭാവിയായിരുന്ന എന്നെ ഒരു കുഞ്ഞാടിനെ പോലെ തീർത്ത ഒരു ദൈവസ്നേഹം. ആ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിത അവസാനം വരെ ഈ കർത്തൃവേലയിൽ ആയിരിക്കണമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ ഈ അനുഭവത്തിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നതെങ്കിൽ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും ഈ സാക്ഷ്യം ഉപകാരപ്രദമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനൊരു അവസരം നൽകിത്തന്ന ആരോമ ടിവിയിലെ ബഹുമാന്യ കർത്തദാസന് പ്രത്യേകമായ നന്ദി ഈ തരുണത്തിൽ ഓർപ്പിച്ചുകൊണ്ട് കർത്തദാസന്റെ ശുശ്രൂഷകളെ ഓർത്ത് ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അൻപുള്ളവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കൃപയാൽ കർത്താവേ, ആരോമ ടിവിയിൽ ജീവിതത്തിൽ ദൈവം ചെയ്തതായ നന്മകളെ ഒരു നിമിഷം കൂടി ഓർക്കുവാൻ, പങ്കുവയ്ക്കുവാൻ സ്വർഗം ഇങ്ങനൊരു അവസരം തന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ആരോമ ടിവി എന്ന ഈ സംരംഭത്തിന് കോർഡിനേറ്റ് ചെയ്യുന്ന ബഹുമാന്യ കർത്തദാസിനെയും തൻ്റെതായ ശുശ്രൂഷകളെല്ലാം കർത്താവ് ഈ ദിവസങ്ങളിൽ വളരെ വിശാലമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ക്രിസ്തുയേശുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബേബി ആൻ്റണി അവർകൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ഹൃദയസ്പർശിയുമായ ദൈവീയ ഇടപെടലുകളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും കർത്തൃദാസനുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ്, എത്ര വ്യത്യസ്ത അനുഭവങ്ങളിലൂടെയാണ് ഇന്ന് ദൈവദാസനായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ദൈവം കൊണ്ടുവന്നത് എന്ന് ഓരോ വാക്കുകളിലൂടെയും കേൾവിക്കാർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഒരു പക്ഷെങ്കിൽ ഞാൻ ഓർത്തു പോവുകയായിരുന്നു, പ്രിയ പിതാവും മാതാവും സ്നേഹിച്ച് അവരുടെ സ്നേഹപുത്രനായി അവർ തന്ന വസ്തുവിലും അവർ തന്നതായ ജീവിത സൗകര്യങ്ങളിലും അവിടെ ആയിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ഇങ്ങനെ ഒരു വ്യക്തി ഒരു പക്ഷെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. പകരം കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂട് ഇളക്കി കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുവാൻ പുറത്തേക്ക് തള്ളി വിടുന്നത് പോലെ നമുക്കുണ്ടായിരുന്ന ജീവിത സൗകര്യങ്ങളും സുഖ സാഹചര്യങ്ങളും പിതാവിൻ്റേതായ ആ ഓഹരികളും ഒക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റി അതൊക്കെ മുള്ളിൻ്റെ അനുഭവങ്ങളായിരുന്നു, അതൊക്കെ തിരിഞ്ഞു കൊത്തുന്ന അനുഭവങ്ങളായിരുന്നു. അതിനെയൊക്കെ പിഴുതു കളഞ്ഞ് എടുത്തു മാറ്റി അവിടെ നിന്ന് ഇളക്കി മാറ്റി ഇന്ന് കർത്താവ് തൻ്റെ നല്ല ഉത്തമ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി, കർത്താവിൻ്റെ നല്ലൊരു ദാസനായി തീരുവാൻ വേണ്ടി ദൈവം ഒരുക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു ആ ജീവിതത്തിലെ കഴിഞ്ഞുപോയ നാളുകൾ എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പൈശാചികമായി പല നിലകളിലും പിശാച് ഉപയോഗിക്കുവാൻ പിശാച് തന്നാൽ ആവോളം പരിശ്രമിച്ചു. അതിൻ്റെ പരിണിതഫലമായിട്ട് മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, ലഹരി വസ്തുക്കളുടെ ഉപഭോഗം, അനാവശ്യ കൂട്ടുകെട്ടുകൾ, വേണ്ടാത്ത വഴികൾ, പാപത്തിൻ്റെതായ പ്രലോഭനങ്ങൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്ന് പിശാച് പല നിലകളിലൂടെ തകർക്കുവാൻ, കൊന്നുകളയുവാൻ ശ്രമിച്ചു. പക്ഷേ ആ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അപ്പൻ്റെ ഇളയ മകൻ തൻ്റെ ഓഹരികളൊക്കെ വാങ്ങിച്ച് അതൊക്കെ നഷ്ടപ്പെടുത്തി
മടങ്ങി വരുവാൻ ഇടയായി തീർന്ന ആ ഒരു അനുഭവം പോലെ ദൈവസന്നിധിയിൽ അനുദപിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ സൺഡേ സ്കൂൾ പഠിച്ചപ്പോൾ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട ആ ദൈവത്തിൻ്റെ വചനം തക്ക സമയമായപ്പോൾ അത് കിളിർത്ത് വളർന്ന് പടർന്ന് അത് ഫലം പുറപ്പെടുവിക്കുവാറായപ്പോൾ ദൈവസന്നിധിയിലേക്ക് ദൈവം ആമേനെ ചേർത്ത് നിർത്തുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ സ്നേഹത്താൽ, കർത്താവിൻ്റെ ശാസനയാൽ, ശിക്ഷണത്താൽ പലവിധമായ അനാവശ്യ മണ്ഡലങ്ങളെയും മുറിച്ചു മാറ്റി ഒരു മുന്തിരിവള്ളി അത് കട്ട് ചെയ്ത് അതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ മാറ്റി നല്ല ഫലം പുറപ്പെടുവിക്കത്തക്കവണ്ണം നല്ല ശാഖകൾ പുറപ്പെട്ട് നല്ല നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഒരുക്കിയെടുക്കുവാൻ ഇടയായി തീർന്നു. അതിൻ്റെ പല പ്രോസസ്സുകളാണ് ജീവിതത്തിൽ നടക്കുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് ഇന്ന് അനേക പ്രിയപ്പെട്ടവരെ നിത്യതയിലേക്ക് ആദായപ്പെടുത്തുവാൻ, അനേകരെ ജീവൻ്റെ പുസ്തകത്തിലേക്ക് അവരുടെ പേരുകൾ എഴുതപ്പെടുവാൻ കർത്താവ് മുഖാന്തരമാക്കി തീർത്തു. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ കറയില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത, പാപമില്ലാത്ത ഒരു വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവ പൈതലായി കർത്താവിൻ്റെ ആമേന മുൻപിൽ വലിയൊരു പ്രതിഫലം ഏറ്റുവാങ്ങുവാൻ ഉള്ള ആ ഒരു പോരാട്ട യാത്രയിൽ ഇന്നും ആയിരിക്കുവാൻ കർത്താവ് ദൈവഭൃത്തിനെയും കുടുംബത്തെയും തിരഞ്ഞെടുത്താക്കി വച്ചിരിക്കുന്നു. സ്വന്തം മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, സ്നേഹിതർ, നാട്ടുകാർ, വീട്ടുകാർ ആരും ഒരുപക്ഷെങ്കിൽ അവിടെ കണ്ട് എന്ന് വരില്ല. എന്നാൽ അവരുടെയൊക്കെ നടുവിൽ ജോസഫിൻ്റെ കതിർ ആമേന് ഉയർന്നു നിന്നതുപോലെ ആമേന് സ്വർഗത്തിലെ ദൈവം ആമേന് ഉയർത്തി നിർത്തുന്ന ഒരനുഭവത്തിലേക്ക് ദൈവഭൃത്തിനെ ദൈവം ആദരിച്ച് ആമേൻ ഈ തലത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം കൃപ ചെയ്തുവെങ്കിൽ ഇനിയുള്ള ആയുസ്സും അവസരവും സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ മാന്യ ശ്രോതാക്കൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കേൾവിക്കാരിൽ ചില പ്രിയപ്പെട്ടവരുടെയെങ്കിലും അനുഭവമായിരിക്കാം ഒരുപക്ഷെങ്കിൽ നിങ്ങൾ കേൾക്കുവാനിടയായി തീർന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങൾ ആമേൻ അഭിമുഖീകരിക്കുന്ന, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അതൊന്നും ആമേന് വെറുതെ അല്ല, അതൊന്നും നിസ്സാര കാര്യമല്ല. അതിനൊന്നും തള്ളിക്കളയരുത്. കർത്താവേ, അങ്ങയുടെ ഹിതത്തിന് വേണ്ടി, അവിടുത്തെ നാമ മഹത്വത്തിന് വേണ്ടി ഇതൊക്കെ സഹിപ്പാനുള്ള കൃപ ആമേൻ പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞതുപോലെ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ആമേൻ ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൃപ ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ മുന്നേറാം. നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ നശിച്ചു പോകുന്നതായ ആമേൻ ഒരു പിടി മണ്ണോ, ആമേൻ മനുഷ്യനിർമ്മിതമായ ഒരു കെട്ടിടമോ, താൽക്കാലികമായ ഏതെങ്കിലും സുഖ സൗകര്യങ്ങളോ അല്ല. നിത്യതയ്ക്കായി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിരിക്കുന്ന ആമേൻ ഒരിക്കലും നശിക്കാത്ത നിത്യഭവനം, ആമേൻ ഒരു നിത്യവാസസ്ഥലം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അത് പ്രാപിക്കുവാൻ പ്രേക്ഷകർക്ക് കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. അതുപോലെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി അരോമ ടിവിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും ആ പ്രാർത്ഥനയെ കൂട്ടായ്മയിൽ സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിത്തയുമായി വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com